ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്വാറ്റ് സ്റ്റുഡ്സ്. ഇത് ലൈറ്റിംഗ് ബേസിക്സ് പ്രാക്ടിക്കൽ അപ്രോച്ചസിൻ്റെ തേർഡ് എപ്പിസോഡാണ്. മറ്റ് 2 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണുക. കാരണം ഈ എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ്. മാത്രമല്ല ഫസ്റ്റ് 2 എപ്പിസോഡുകളായി നമ്മൾ തിയറി കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പ്രാക്ടിക്കൽ മെത്തേഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ അതിൽ കൂടുതലുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓരോ മെത്തേഡും ചെയ്യുന്നത്, അത് എന്തിനാണ് ചെയ്യുന്നത്, അതിന് പിന്നിലെ പ്രിൻസിപ്പിൾസ് എന്താണ് എന്നതെല്ലാം വിശദമായി ഞാൻ അതിൽ പറഞ്ഞു കഴിഞ്ഞു. സോ ഈ വീഡിയോ ആ ബേസിക്സിൽ നിന്നുള്ള തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് HDRI ലൈറ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മെത്തേഡാണ്. ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HDRIയിലെ ലൈറ്റ് സോഴ്സിനെ സെപ്പറേറ്റ് ടെക്സ്ചർ മാപ്പായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് വേറൊരു ലൈറ്റിൽ യൂസ് ചെയ്ത് അത് കീ ലൈറ്റ് ആയിട്ടും ഫിൽ ലൈറ്റ് ആയിട്ട് HDRIയും യൂസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീൻ കോൺട്രാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ ഒരു കൺട്രോൾ അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ സിംഗിൾ HDRI ലൈറ്റ് മാത്രം യൂസ് ചെയ്തപ്പോൾ കണ്ട ഒരു പോരായ്മയായിരുന്നു നമ്മളുടെ ലൈറ്റിൻ്റെ എക്സ്പോഷർ കൂട്ടുമ്പോഴത്തേക്കും മെയിൻ ലൈറ്റിൻ്റെ ഒപ്പം തന്നെ ഓവറോൾ ഫില്ലും കൂടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് മിസ്സാകുമായിരുന്നു. പിന്നീട് നമ്മൾ ലൈറ്റ് ബ്ലോക്കേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ആ കോൺട്രാസ്റ്റ് സീനിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇവിടെ ലൈറ്റ് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ 2 ലൈറ്റിൻ്റെയും എക്സ്പോഷർ നമുക്ക് സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോൺട്രാസ്റ്റ് റേഷ്യോയിലേക്ക് ലൈറ്റിനെ കൊണ്ടുപോകാൻ പറ്റും. സോ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലൈറ്റിനെ സെപ്പറേറ്റ് നമുക്ക് സ്കെയിൽ ചെയ്യാനും പൊസിഷൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, മൾട്ടിപ്പിൾ ലൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു സീനിൽ ലൈറ്റിന്റെ പൊസിഷൻ ആൻഡ് സ്കെയിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് തന്നെ HDRIകളിൽ കിട്ടണമെന്നില്ല. സോ അതുപോലെ തന്നെ ലൈറ്റിന്റെ സൈസും പൊസിഷനും സീനിലെ ഷാഡോയുടെ ക്വാളിറ്റീനെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ കാണുകയും ചെയ്തു. സോ ആ ഒരു പോരായ്മയും ഇതിലൂടെ പരിഹരിക്കപ്പെടുകയാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ HDRIയിൽ നിന്നും ലൈറ്റ് എങ്ങനെ ന്യൂക്ക് വഴി എക്സ്ട്രാക്ട് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അത് ആദ്യം നമ്മൾ ന്യൂക്കിൻ്റെ ഡിഫോൾട്ട് നോഡ്സ് വെച്ച് എങ്ങനെ ചെയ്യാമെന്നും പിന്നീട് ഗിസ്മോ വെച്ചിട്ട് ഇത്തിരി കൂടെ എളുപ്പത്തിലും ഫാസ്റ്റായിട്ടും എങ്ങനെ ചെയ്യാമെന്നുമാണ് നോക്കാൻ പോകുന്നത്. പിന്നീട് ഈ എക്സ്ട്രാക്ട് ചെയ്ത ടെക്സ്ചേഴ്സ് ലൈറ്റ് ടെക്സ്ചേഴ്സ് വെച്ച് മായയിൽ വീണ്ടും നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്ത സെയിം മെത്തേഡ്സ് വഴി എങ്ങനെ ഫൈനൽ റെൻഡർ അല്ലെങ്കിൽ ആ ഫൈനൽ റെഫറൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന ലൈറ്റിങ് ചെയ്യുന്നു എന്നുള്ളതും നോക്കുന്നതാണ്. സോ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാതെ പോയൊരു കാര്യമാണ്. അതാണ് കോൺട്രാസ്റ്റ് മാച്ചായ HDRI കൊണ്ടുള്ള ലൈറ്റിംഗ്. നമ്മൾ ആ വീഡിയോയിൽ ചെയ്തത് എൻവയോൺമെൻറ്റ് മാച്ച് ആയിട്ടുള്ള ഒരു HDRI എടുത്ത് ലൈറ്റിംഗ് കോൺട്രാസ്റ്റ് ബ്ലോക്കേഴ്സൊക്കെ വെച്ച് മാച്ച് ചെയ്യുകയായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, സിമിലർ കോൺട്രാസ്റ്റ് ഉള്ള HDRI ആണെങ്കിലും എൻവയോൺമെൻറ്റ് വേറെ ആണെങ്കിൽ പോലും ആ HDRI നമുക്ക് ലൈറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് ഏത് സമയത്ത് യൂസ് ചെയ്യാം, ഏത് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതെല്ലാം ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അത് കാണാത്തവർ നമ്മളുടെ സെക്കൻഡ് എപ്പിസോഡ് കണ്ടു നോക്കുക. സോ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു HDRI കൊണ്ടുള്ള ഒരു ഔട്ട്പുട്ട് മാത്രമാണ് കാണിച്ചു തരാൻ പോകുന്നത്. കാരണം ആ HDRIയിലും ഞാൻ ലൈറ്റ് ചെയ്ത് റെൻഡർ എടുക്കാൻ യൂസ് ചെയ്ത മെത്തേഡ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സെയിം പ്രോസസ്സ് തന്നെയാണ്. സോ അത് നിങ്ങളൊന്ന് സ്വയം ചെയ്തു നോക്കുക. നിങ്ങൾ എത്രത്തോളം ആ പ്രോസസ്സ് മനസ്സിലാക്കി എന്ന് പരീക്ഷിക്കാനുള്ള, സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കണക്കാക്കുക. സോ നമുക്ക് ആ റെൻഡർ ഒന്ന് കണ്ടു നോക്കാം. സോ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നതും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത പ്രോസസ്സ് തന്നെയാണ് ഞാൻ വീണ്ടും ഫോളോ ചെയ്തത്. നമ്മൾ കോൺട്രാസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള എന്നാൽ എൻവയോൺമെൻറ്റ് വ്യത്യസ്തമായിട്ടുള്ള ഒരു 4-5 HDRIs പോളിഹാവനിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രേ റെൻഡേഴ്സ് എടുത്തു, അത് തമ്മിൽ കമ്പയർ ചെയ്തു. സോ അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തത് വരാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ HDRI ആയിരുന്നു. സോ അത് വീണ്ടും അതിൻ്റെ കളേഴ്സിൻ്റെ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് അത് വെച്ച് കമ്പയർ ചെയ്തു, കോൺട്രാസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട് നമ്മളുടെ ഫൈനൽ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്ത ഷെയ്ഡേഴ്സ് വെച്ചിട്ട് സ്ട്രെയിറ്റ് വേറെ ഒരു ട്വീക്കും ഇല്ലാതെ ജസ്റ്റ് HDRIയുടെ എക്സ്പോഷർ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് റെൻഡർ ഔട്ട് എടുത്തു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ റെഫറൻസ്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്ത ഫൈനൽ ഔട്ട്. ഇതാണ് നമ്മൾ ആ ഷെയ്ഡറിൽ രണ്ടാമത്തെ കോൺട്രാസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള HDRI വെച്ചിട്ട് എടുത്ത റെൻഡർ. സോ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണാം വലിയ വ്യത്യാസങ്ങളൊന്നും ലൈറ്റിങ്ങിൽ പ്രത്യേകിച്ച് വിസിബിൾ അല്ല. ഓൾമോസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് കിട്ടിയെന്ന് പറയാം. ആകെയുള്ള പ്രശ്നം ഞാൻ നേരത്തെ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ റിഫ്ലക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ആ എൻവയോൺമെൻറ്റ് മാച്ച് അല്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ അത് മാത്രമാണ് ഇവിടെയുള്ള വിഷയം. ബാക്കി കോൺട്രാസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ബൈ ഡിഫോൾട്ട് ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യാതെ തന്നെ ഈ കോൺട്രാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ
അല്ല ഇനിയിപ്പോൾ കോൺട്രാസ്റ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ബ്ലോക്കേഴ്സ് വെച്ച് തന്നെ നിങ്ങൾക്ക് അത് കോൺട്രാസ്റ്റ് മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇത്രയുമാണ് നമുക്ക് ഇതിൽ കാണിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ മെത്തേഡ്സ്, പ്രോസസ്സ്, കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെയാണ്. സോ ഇനി നമുക്ക് HDRIയിൽ നിന്ന് ലൈറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ നമ്മളുടെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ യൂസ് ചെയ്തിട്ടുള്ള HDRIനെ ഇവിടെ ന്യൂക്ലിയർ ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഇതിൽ ഈ മെയിൻ വിൻഡോയിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ടൊരു ബ്രൈറ്റ് ലൈറ്റ് സോഴ്സ് ഈ HDRIയിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒബ്ജക്ട്സും ഇതിൻ്റെ ലൈറ്റ് സോഴ്സ് തന്നെയാണ്. പക്ഷേ കമ്പയർഡ് ടു ഈ വിൻഡോയിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് അത്ര എഫക്റ്റുള്ള ലൈറ്റ് അല്ല. കാരണം ഇവിടുത്തെ ലുമിനൻസ് പിക്സൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ RGB പിക്സലിൽ വരുന്നത് അറൗണ്ട് ഒരു 60ക്ക് മേളിൽ ബ്രൈറ്റ്നെസ് ഉള്ള പിക്സൽസ് ആണ് ഇവിടെയുള്ളത്. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1, 2, 3 അത്രയൊക്കെ ചെറിയ വാല്യൂസാണ്. സോ അല്ലാത്തൊരു പക്ഷം ആണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ലൈറ്റും എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. സോ ബേസിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു വിൻഡോ സോഴ്സിനെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. സോ നമുക്ക് ഫോട്ടോഷോപ്പിലാണെങ്കിലും ന്യൂക്കിലാണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് മാറ്റാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് കളറോ അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള പിക്സൽസ് അല്ലെങ്കിൽ എക്സ്പോഷർ വാല്യൂസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്കിതിൻ്റെ ആ പ്രോസസ്സ് ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെ പോരായ്മ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഒരു റോട്ടോ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു റോട്ടോ. സോ ഈ റോട്ടോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നുമില്ലെങ്കിൽ ഈ ഒരു HDRIയുടെ റെസൊല്യൂഷൻ നോക്കുക. ഇത് 4K റെസൊല്യൂഷനാണ്, 4096/2048. സോ നമ്മളുടെ പ്രൊജക്ട് സെറ്റിങ്സ് ഒന്നില്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ ആയിരിക്കണം, ഈ ഒരു 4K ലാറ്റ് ലോങ് എന്നുള്ള റെസൊല്യൂഷൻ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം മറ്റൊരു റെസൊല്യൂഷനുള്ള വർക്ക് ഫയലാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊജക്ട് സെറ്റിങ്സിൽ നമ്മളുടെ റെസൊല്യൂഷൻ HDRIക്ക് വേണ്ടി മാറ്റാൻ പറ്റില്ലായിരിക്കും. സോ നമുക്ക് റോട്ടോയിൽ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് ഫോർമാറ്റ് എന്നുണ്ട്. സോ നമ്മളിവിടെ റൂട്ട് ഫോർമാറ്റിൽ നമ്മളൊരു ഫുൾ HD ആണ് കിടന്നിരുന്നതെങ്കിൽ ഇതിലും ഫുൾ HD ആയിരിക്കും ലോഡ് ആവുക. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ആ ഒരു HDRIയുടെ റെസൊല്യൂഷനിലേക്ക് മാറ്റി കൊടുക്കാം. സോ നമുക്ക് പ്രൊജക്ട് സെറ്റിങ്സിൽ നമ്മളുടെ വർക്ക് ഫയലിൻ്റെ റെസൊല്യൂഷൻ ഫുൾ HD ആയിട്ടും ഈ റോട്ടോയുടെ ഇതിന് ആനുപാതികമായിട്ടുള്ള റെസൊല്യൂഷൻ ആയിട്ടും കിട്ടും. സോ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് റോട്ടോയെ വെച്ചിട്ട് ഇതിൻ്റെ ബ്രൈറ്റ് പിക്സൽസിൻ്റെ പാർട്ട് ഞാനൊന്ന് കറക്റ്റ് വരച്ചെടുക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പാകത്തിന്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒബ്ജക്ട്സ് നമ്മളുടെ ലൈറ്റ് സോഴ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ വരാം. സോ വേണമെങ്കിൽ നമുക്കതിനെ ഉൾപ്പെടുത്തി കട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് ചുറ്റുമായിട്ട് റോട്ടോ വരച്ചു കൊടുക്കാം. സോ എങ്ങനെ വന്നാലും നമ്മൾ ചുറ്റിനും റോട്ടോ വരക്കുമ്പോഴത്തേക്കും ആ ഒബ്ജക്ട്സിൽ പെടാത്ത ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് ആയിരിക്കും വരിക. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ലൈറ്റിൻ്റെ ടെക്സ്ചറിലേക്ക് ആഡ് ആവും. സോ രണ്ടാണെങ്കിലും അവിടെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമായിട്ട് വരില്ല. സോ ഇവിടെ നമ്മൾ റോട്ടോയിൽ ആ ഷേപ്പ് വരച്ചെടുത്തു. ഇനി ഞാനിവിടെ ഒരു മെർജ് നോഡ് ഇട്ടിട്ട് അതിൻ്റെ എയിനെ നമ്മുടെ HDRIയിലേക്കും ബിനെ റോട്ടോയിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിൻഡോയുടെ ഷേപ്പ് ഇവിടെ കിട്ടി. ഇനി ഇത് നമ്മളിപ്പോൾ ഒരു റൈറ്റ് നോഡ് ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫുൾ റെസൊല്യൂഷൻ ആയിരിക്കും എക്സ്പോർട്ട് ആവുക. സോ ഇതിനെ നമ്മൾ ക്രോപ്പ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു സൈസ് മാത്രം മതി ലൈറ്റിലേക്ക് പോകാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്ക്വയർ ഷേപ്പിൽ, അതായത് നീളവും വീതിയും സിമിലർ ആയിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മളുടെ ലൈറ്റ് എപ്പോഴെങ്കിലും സ്ട്രെച്ച് ആവുകയാണെങ്കിൽ ടെക്സ്ചറും അതിനൊപ്പം സ്ട്രെച്ച് ആവും. സോ ഇപ്പോൾ നമ്മളുടെ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എക്സാക്ട്ലി സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ ആണെങ്കിലും നമ്മളുടെ ലൈറ്റ് ടെക്സ്ചർ അതിനൊപ്പം സ്ട്രെച്ച് ആവും. സോ അതൊരു പ്രശ്നമാണെന്നല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ലൈറ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് അത് സ്ട്രെച്ച് ആവുന്നതാണ്. സോ ഇവിടെ ഞാനൊരു ക്രോപ്പ് നോഡ് ഇടുകയാണ്. ആൻഡ് ആ ക്രോപ്പ് നോഡിൻ്റെ
നീളവും വീതിക്കും അനുസരിച്ചിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ റീഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ചെറിയ സൈസിലേക്ക് നമ്മളുടെ ടെക്സ്ചർ വന്നു. സോ നമ്മളിപ്പോൾ നമ്മൾ ആ ടെക്സ്ചറിനെ ഇവിടെ എടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു റൈറ്റ് നോഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് എങ്ങോട്ടാണോ ആവശ്യം ആ ഒരു പാത്തിലേക്ക് EXR ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ ടെക്സ്ചറായിട്ട് സേവ് ആവും. പിന്നെ രണ്ടാമത് നമ്മൾ ഓൾറെഡി ഈ ഒരു ഇൻഫർമേഷൻ സെപ്പറേറ്റ് ലൈറ്റ്ലി യൂസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഈ ഒരു ഇമേജിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്ത് കളയണം. സോ അതിനായിട്ട് വേണമെങ്കിൽ നമുക്കൊരു റോട്ടോ പെയിൻറ് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തെ പിക്സൽസിനെ നമ്മളുടെ ഇമേജിലുള്ള തന്നെ വോളിൻ്റെ ഭാഗത്തെ പിക്സൽ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് പെയിൻറ് ചെയ്ത് കളയാവുന്നതാണ്. സോ ഇങ്ങനെ പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടോ പെയിൻറ്റിൽ ഏത് ഫ്രെയിമിൽ വെച്ചിട്ടാണോ പെയിൻറ് ചെയ്യുന്നത് ആ ഫ്രെയിം തന്നെ ഇമേജ് റൈറ്റ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ് ചെയ്ത ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഇവിടെ പെയിൻറ് ചെയ്ത് കാണിക്കാം. സോ പെയിൻറ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോൺ എന്ന് പറയുന്ന ടൂളാണ്. ഇതിൽ ക്ലോൺ ടൂൾ വരുമ്പോഴത്തേക്ക് ഇതൊരു ബ്രഷ് പോലെയാണ്. നമ്മൾക്ക് ഒരു ഭാഗത്തെ പോയിന്റ് ചെയ്തിട്ട് ആ ഭാഗത്തെ പിക്സൽസ് ഇതിലേക്ക് പെയിൻറ് ചെയ്യാൻ പറ്റും. സോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ വെച്ച് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ഡിഫറൻസ് ആവും. അതേപോലെ തന്നെ കൺട്രോൾ പിടിച്ചിട്ട് നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണോ പെയിൻറ് ചെയ്യാനുള്ള ഇത് എടുക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഴ്സിൽ അത് സ്റ്റിക്ക് ആവുകയും പിന്നെ നമ്മൾക്ക് എവിടെയാണോ പെയിൻറ് ചെയ്യേണ്ടത് ആ സോഴ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഴ്സിലുള്ള ഭാഗം ഇപ്പുറത്തേക്ക് പെയിൻ്റ് ആവും. ഇപ്പം ഞാനിവിടെ ഈ ഒരു ഭാഗം പെയിൻറ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ചെടി കൂടെ ഇവിടെ പെയിൻറ് ചെയ്യപ്പെടുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾക്ക് വേണ്ട ഭാഗം ഏതാണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ വേണം. അല്ലാത്തൊരു ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ പെയിൻറ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ നമുക്ക് വേണമെങ്കിൽ റഫായിട്ട് ഇതിനെ പെയിൻറ് ചെയ്യാം. കാരണം ഈ ഒരു വൈറ്റ് കളർ മാത്രമായതുകൊണ്ട് ഒരു കളർ കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ റഫായിട്ട് ഇതിനെ ജസ്റ്റ് ഫാസ്റ്റായിട്ട് പെയിൻറ് ചെയ്ത് പോവാം. സോ ഞാനിതിനൊന്ന് വേഗം ഫാസ്റ്റായിട്ട് പെയിൻറ് ചെയ്ത് കാണിക്കുകയാണ്. സോ ഇത് ജസ്റ്റ് റഫ് ഐഡിയ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് വേണമെങ്കിൽ നമ്മൾ സമയം എടുത്ത് തന്നെ ചെയ്യണം. പക്ഷേ ട്യൂട്ടോറിയലിൽ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു സമയക്കുറവ് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതുകൊണ്ട് ആണ് ഇതിപ്പോൾ ജസ്റ്റ് റഫായിട്ട് വേഗം ചെയ്തു പോകുന്നത്. സോ ഇതിനെ നമുക്ക് വേറൊരു റൈറ്റ് നോഡ് ഉപയോഗിച്ചിട്ട് മറ്റൊരു ഇമേജായിട്ട് സേവ് ചെയ്യാം. സോ ഇനി ഇത് രണ്ടും നമ്മൾ ഈ ഒരു ലൈറ്റ് പെയിൻറ് ചെയ്ത് കളഞ്ഞ ഇമേജിനെ HDRI ആയി വീണ്ടും ഒരു ഡോം ലൈറ്റിൽ യൂസ് ചെയ്യും. നമുക്ക് ഈ ഒരു നമ്മളെ വിൻഡോ ടെക്സ്ചറിനെ നമുക്കൊരു ഏരിയ ലൈറ്റിലേക്ക് നമുക്ക് ടെക്സ്ചറായിട്ട് യൂസ് ചെയ്യാം. സോ ഇതാണ് ലൈറ്റ് എക്സ്ട്രാക്ഷൻ്റെ ബേസിക് മെത്തേഡ്. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോസസ്, സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സാണ് ഞാൻ കാണിച്ചത്. കാരണം ഇതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം നമ്മളുടെ വിൻഡോൻ്റെ ഷേപ്പ് എന്താണ് ഇവിടെ കാണുന്നത്, വളരെ കർവ് ആയിട്ടുള്ളൊരു ഷേപ്പാണ്. പക്ഷേ ആക്ച്വലി ഞാനിവിടെ ഒരു സ്ഫിയറിനുള്ളിൽ ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് 3D സ്പേസിൽ പ്രൊജക്റ്റ് ചെയ്ത് ഇതിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വിൻഡോ ആക്ച്വലി വളഞ്ഞതല്ല. ഈ ഒരു HDRIനെ നമ്മൾ ഒരു സ്പിരിക്കൽ പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ഷേപ്പുകളെല്ലാം ഇങ്ങനെ കർവ്ഡ് ആയിരിക്കുന്നത്. ആക്ച്വലി ഇത് ഒരു റൂമിൻ്റെ ഒരു വോളാണ്, ഒരു സൈഡിലെ വോള്. അത് 4 വശവും കൂടെ ഒരുമിച്ച് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കർവ് ഈ ഒരു ഇമേജിൽ വരുന്നത്. സോ ഇത് ആക്ച്വലി സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു വാളിൻ്റെ ഷേപ്പാണ് ഈ കാണുന്നത്. സോ ഇത് മൊത്തം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, ഇതിൽ വളവോ കർവ്സോ ഒന്നുമില്ല. സോ ഇതിനെ നമുക്ക് ഒരു ലൈറ്റിലേക്ക് വെക്കുന്നെങ്കിൽ അത് ആക്ച്വലി അതിൻ്റെ എക്സാക്ട് ഷേപ്പ് എന്താണോ ആ ഷേപ്പിലായിരിക്കണം ആ ടെക്സ്ചർ നമ്മൾ വെക്കേണ്ടത്. സോ അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്പിരിക്കൽ ഫോമിൽ നിന്ന് ഇതിനെ അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് പെർസ്പെക്റ്റീവ് ഫോമിലേക്ക് ഇതിനെ മാറ്റിയിട്ട് വേണം ഈ ഒരു എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് നടത്താനായിട്ട്. ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് വേറെയാണ്. സോ അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. സോ ഇത്ര നേരം പറഞ്ഞത് ഇതിൻ്റെ ഒരു ബേസിക് ഫോമാണ്.
ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഈ ഒരു കർവ് ഫോമിലല്ലായിരിക്കും നമുക്ക് കാണുന്നത്. സോ ബേസിക്കലി ഈ ഒരു വോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ഇതിൽ കാണുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് ഇതിൽ ഉണ്ടായിരുന്നു, അതായിരുന്നു അതിൻ്റെ ഈ ഒരു HDRയുടെ മെയിൻ ലൈറ്റ് സോഴ്സ്. അതാണ് നമ്മൾക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസിയാണ്, നമ്മൾക്ക് വേറൊരു മെത്തേഡിലേക്ക് പോകേണ്ട. നേരെ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് HDRIനെ കട്ട് ചെയ്ത് മാറ്റുക, എക്സ്പോർട്ട് ചെയ്യുക, അതിൻ്റെ ഭാഗത്ത് പെയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു HDRIനെ മറ്റൊരു ഇമേജായിട്ട് എക്സ്പോർട്ട് ചെയ്യുക, HDRI ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് 2 ലൈറ്റും കിട്ടി. നമ്മളുടെ ഈ ഒരു പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ ഒന്നും നമുക്ക് അവിടെ വിഷയമായിട്ട് വരുന്നില്ല. നമ്മളുടെ പ്രോസസ്സ് അവിടെ സിമ്പിളായിട്ട് കഴിഞ്ഞു. നമുക്ക് ഈ കാണിച്ച മെത്തേഡ് പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ല എന്നുള്ള ഒരു ഭാഗത്തു നിന്നാണ് ഒരു ലൈറ്റിനെ കട്ട് ചെയ്യേണ്ടതെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ ഉള്ളൊരു ഭാഗമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നോക്കുക, അതിൻ്റെ തൊട്ട് അരികത്ത് കിടക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നോക്കുക, എത്രത്തോളം ഡിസ്റ്റോർട്ടഡ് ആണ് രണ്ടാമത്തേത്. പക്ഷേ ആക്ച്വലി ഈ ഒരു സെയിം ഷേപ്പ് തന്നെയാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഒരു ഒബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ആ ഒരു സൈഡിനെ 2 വശത്തേക്കുമായിട്ട് നീങ്ങിപ്പോയത് കൊണ്ടാണ് ഇതിന് ഇത്രയും സ്ട്രെച്ചിങ് വന്നിരിക്കുന്നത്. സോ ഈ സ്ഫിയറിൽ തന്നെ ഞാനൊന്ന് സ്കെയില് അപ്പ് ചെയ്ത് നോക്കാം. സോ ഇവിടെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ രണ്ടും എത്ര അടുത്തടുത്ത് നിൽക്കുന്ന ഓൾമോസ്റ്റ് സെയിം ഷേപ്പിലുള്ള 2 ട്രയാങ്കിൾസ് ആണ്. പക്ഷേ നമ്മൾ ഒരു ഇമേജിലേക്ക് ഇതിന് അൺറാപ്പ് ചെയ്ത പോലെ വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വ്യത്യാസം. സോ ഈ ഒരു പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മളിനി നെക്സ്റ്റ് കാണാൻ പോകുന്നത്. സോ ന്യൂക്ക് നോഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർ പാർട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുപയോഗിക്കുന്ന ഒരു നോഡാണ് സ്ഫെറിക്കൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ ഈ സ്പെരിക്കൽ ട്രാൻസ്ഫോം ഇപ്പോൾ ന്യൂക്ക് പുതിയ വേർഷൻ മുതൽ പുതിയൊരു സെറ്റിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ലെഗസി വേർഷൻ ഉണ്ട്, അതായത് ഒരു പഴയ വേർഷൻ. ഇതും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഴയ ന്യൂക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ രണ്ടിലും ചില ഓപ്ഷൻസ് കോമൺ ആണ്, ചില ഓപ്ഷൻസിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്പെരിക്കൽ ട്രാൻസ്ഫോം പുതിയ നോഡ് വെച്ചിട്ടാണ്. സോ അതിൻ്റെ സെയിം മെത്തേഡ് തന്നെ ഇതിൽ യൂസ് ചെയ്യാം. അതിലില്ലാത്ത കുറച്ച് പോരായ്മകൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. സോ സ്ഫെരിക്കൽ ട്രാൻസ്ഫോം എന്ന് പറയുന്ന നോഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾക്കറിയാം ഇത് ഒരു 360 ഡിഗ്രിയുള്ള ഒരു ഇമേജിന്, അതായത് ഇതിപ്പോൾ ഒരു റൂമാണ്. അതൊരു റൂം എന്ന് പറയുന്നത് നോർമലി ഒരു ക്യൂബിൻ്റെ ഷേപ്പ് ആയിരിക്കും. ആ ക്യൂബിന് നമ്മൾക്ക് ഒരു സ്ഫിയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് അതിൻ്റെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്ഫിരിക്കൽ ഇമേജസിനെ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് മാറ്റുന്നതിൻ്റെ നോർമലി നമ്മൾ ലാറ്റ്ലോങ് ഇമേജ് എന്നാണ് പറയുക. സോ സ്ഫിരിക്കൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ഇമേജിനെ ഈ ഒരു ലാറ്റ്ലോങ് പോലെയുള്ള മറ്റ് പലതരം ഇമേജിൻ്റെ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ടാണ്, അല്ലെങ്കിൽ ഒരു നോഡായിട്ടാണ് സ്പിരിക്കൽ ട്രാൻസ്ഫോമിന് യൂസ് ചെയ്യുന്നത്. സോ അതാണ് സ്പിരിക്കൽ ട്രാൻസ്ഫോമിൻ്റെ യൂസേജ്, ആക്ച്വലി നോഡ് യൂസേജ് വരുന്നത്. സോ ഇതിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രൊജക്ഷൻ ഏത് ടൈപ്പാണ് എന്നുള്ളത്. സോ നമ്മളുടെ ഇൻപുട്ട് പ്രൊജക്ഷൻ നമ്മളുടെ കൊടുക്കുന്ന ഇമേജ് ഇപ്പോൾ ലാറ്റ്ലോങ് ഇമേജ് ആണെങ്കിൽ നമ്മളിവിടെ ലാറ്റ്ലോങ് വെക്കും. പിന്നീട് റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇമേജിനെ നമുക്ക് വേറൊരു പ്രൊജക്ഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മളുടെ റൊട്ടേഷനും പാനും ടിൽറ്റും നമ്മൾ വ്യൂവിങ് ഏത് ഭാഗമാണ് നമ്മൾ വ്യൂ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം കാണാൻ ഭാഗത്തിനുള്ള ഒരു പ്രൊജക്ഷനാണ് കൊടുക്കുന്നത്. സപ്പോസ് നമ്മളുടെ ഔട്ട്പുട്ടിൽ ഞാനിവിടെ വെക്കുകയാണ് ക്യൂബ് മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം വേറൊരു രീതിയിലേക്ക് ഇതിനെ പ്രൊജക്റ്റ് ചെയ്തു. ഇതിപ്പോൾ ഒരു ക്യൂബിൻ്റെ 6 വശങ്ങളായിട്ട്, അതായത് ടോപ്പ് നിങ്ങൾക്ക് കാണാം ഓരോ സൈഡും ഓരോ പാർട്ടായിട്ട് ഇതിലേക്ക് വന്നു. ഇതിലിനി ഞാൻ ഇതിൻ്റെ റൊട്ടേഷൻ ഇവിടെ, അല്ലെങ്കിൽ ഇതിപ്പോൾ പാൻ ടിൽറ്റ് റോൾ എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ പാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇഷ്ടമുള്ള വശം കറക്റ്റായിട്ട് ഫേസ് ചെയ്ത് വരുന്ന രീതിക്ക് ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഓരോ ഫേസും പ്രോപ്പറായിട്ട് അലൈൻഡായി. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്ഷനും അതിൻ്റെ ഈ ഒരു റൊട്ടേഷൻ ടൈപ്പും റൊട്ടേഷൻ്റെ ഈ വാല്യൂസും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് നമ്മളുടെ ലാറ്റ്ലോങ് ആയതുകൊണ്ട് ഇൻപുട്ട് പ്രൊജക്ഷൻ ലാറ്റ്ലോങ് തന്നെയാണ് വെക്കാൻ പോകുന്നത്. ഇവിടുത്തെ റൊട്ടേഷൻ നമ്മൾക്ക് ആവശ്യമില്ല, ആക്ച്വലി നമ്മൾ ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ വെക്കുന്നു. ഔട്ട്പുട്ട് പ്രൊജക്ഷൻ നമ്മൾ വെക്കാൻ പോകുന്നത് റെക്റ്റിലിനിയർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ റെക്റ്റിലിനിയർ വെക്കുമ്പോഴത്തേക്ക് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അതിൻ്റെ ഒരു പാർട്ട് മാത്രം നമുക്കിങ്ങനെ കിട്ടി.
ഇനി ഇതിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സൂം ഇൻ സൂം ഔട്ട് എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ജസ്റ്റ് കാണുമ്പോൾ അറിയാം, നമുക്ക് ഫോക്കൽ ലെങ്ത് കുറയ്ക്കും തോറും നമ്മൾക്ക് കൂടുതൽ എന്താ പറയുക, ആ ഒരു നമ്മളുടെ വ്യൂവിങ് ക്യാമറയിലേക്ക് കൂടുതൽ ആ ഒരു മാപ്പിൻ്റെ പാർട്സ് ആഡ് ആവുകയും ഫോക്കൽ ലെങ്ത് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്നു. ഒരു ക്യാമറയിലൂടെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾക്കിതിനെ കാണുമ്പോൾ തോന്നും. സെൻസർ സൈസും നമ്മളിപ്പോൾ ഒരു ഇമേജ് ക്യാമറയിൽ എടുത്ത ഇമേജ് ആണെങ്കിൽ അതിൻ്റെ സെൻസർ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇതൊന്നും ആവശ്യം വരുന്നില്ല. പിന്നീട് പൊസിഷൻ എല്ലാം നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കൽ ലെങ്ത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ബൈ ഡിഫോൾട്ട് അതേപോലെ തന്നെ വിടുകയാണ്. നമുക്കത് ആവശ്യം വരുന്നില്ല. രണ്ടാമത് വരുന്ന റൊട്ടേഷനിലേക്കാണ്. പാൻ ടിൽറ്റ് റോൾ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. ഇപ്പോൾ പാൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ക്യാമറ നീക്കുന്നതിനെയാണ് പാനിങ് എന്ന് പറയുന്നത്. ടിൽറ്റിംഗ് എന്ന് പറയുന്നത് മുകളിലേക്കും താഴേക്കും ക്യാമറയെ ചരിക്കുന്നത്. നമുക്കൊരു ട്രൈപോഡിൽ ക്യാമറ വെച്ചിട്ട് മുകളിലേക്കും താഴേക്കും ഇടത്തോട്ടും വലത്തോട്ടും അങ്ങനെ ക്യാമറയെ തിരിക്കുന്നതിന് സെയിം ആയിട്ടുള്ള ഓപ്ഷനാണിത്. നമുക്ക് ഇങ്ങനെയും ക്യാമറയെ റൊട്ടേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി റൊട്ടേഷൻ ആംഗിൾസ് വെക്കാം, അതായത് XYZ എന്നുള്ളത്. സോ നമ്മൾ XYZ വെച്ചിട്ട് ഞാനിവിടെ വൈയിൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമേജിന് റൊട്ടേറ്റ് ആവുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ ആംഗിളിൽ വെച്ചിട്ട് ആ ക്യാമറയെ തിരിക്കുന്നത് പോലെയുള്ളൊരു ഫീലാണ് ഇവിടെ വരുന്നത്. സോ ഞാനിവിടെ ഒരു 62 ഡിഗ്രിയിൽ എനിക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻസാണ് എല്ലാം കിട്ടുന്നത്. സോ നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം നമ്മളുടെ ക്യാമറയിൽ വ്യൂവിങ് ആംഗിളിൽ വന്നു. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗം കട്ട് ഓഫ് ആയിപ്പോയി. സോ ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് പാനിങ്ങോ ടിൽറ്റിങ്ങോ കൊണ്ട് നടക്കില്ല. നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ചെറുതാക്കുക. ഇതിനാണ് നമ്മളിവിടെ ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഭാഗം എത്രത്തോളമാണോ അത് മൊത്തത്തിൽ നമ്മളുടെ ഈ ഇമേജിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വാല്യൂയിലാണ്, അതായത് ഈ വാല്യൂസിലെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഇമേജ് വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിട്ടാണ്. സോ നമുക്ക് ഇതിൽ നിന്ന് നമ്മളുടെ ഈ വിൻഡോ ഭാഗം മാത്രം നേരിട്ട് കട്ട് ചെയ്തെടുക്കാം. സോ നമുക്ക് വേണമെങ്കിൽ വീണ്ടും എന്താ പറയുക, ഇവിടെ അത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് കട്ട് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ഇതിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് റോട്ടോ ഉപയോഗിക്കാം വീണ്ടും അതിനെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. സോ ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാമറയുടെ റെസൊല്യൂഷനിലേക്ക് HDRയുടെ റെസൊല്യൂഷനിലേക്ക് റോട്ടോയിനെ മാറ്റുകയാണ്. എന്നിട്ട് ഇതിനെ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ജസ്റ്റ് നമ്മൾക്ക് പ്രിസിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ ബെസിയർ വെച്ചിട്ട് ഓരോ പോയിൻറ്റും കൃത്യമായിട്ട് വരച്ച് ഒബ്ജക്ട്സിനെല്ലാം കൃത്യമായിട്ട് വരച്ച് കൊണ്ടുപോകണം. സോ ഞാനിവിടെ ഇത് വരയ്ക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നില്ല, ജസ്റ്റ് ആ പ്രോസസ്സ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഇടുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇമേജാണോ ആവശ്യം അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാം. സോ ഇമേജ് കട്ട് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളുടെ ജനലെന്ന് പറയുന്നത് ഇത്രയും ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി വരുന്നത് ഈ ജനലിൻ്റെ കർട്ടനാണ്, പിന്നെ ഇവിടുത്തെ ഒരു വോളാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വോളിലും അത്യാവശ്യം ഹൈ ഡൈനാമിക് റേഞ്ച് വാല്യൂസ് ഉണ്ട്. നിങ്ങൾ ലുമിനൻസിൽ നോക്കിക്കഴിഞ്ഞാൽ 1ന് മേളിലേക്കുള്ള വാല്യൂസ് ഇവിടെയും പ്രസൻ്റ് ആണ്, നമ്മളുടെ ഈ കർട്ടനിലും പ്രസൻ്റ് ആണ്. സോ ഇങ്ങനെയുള്ള വാല്യൂസ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിൽ നിന്നും ലൈറ്റ് ആക്ച്വലി HDRIയിൽ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതിനും ഒരു പെർട്ടിക്കുലർ ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ ലൈറ്റായിട്ട് കൺസിഡർ ചെയ്ത് ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ടെക്സ്ചറിൻ്റെ ഉള്ളിൽ ഇതിനെ ഉൾപ്പെടുത്താം. കാരണം ഈ ഒരു ഭാഗത്തെ ലൈറ്റ് വരുന്നത് ഈ ഒരു കർട്ടൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും. കർട്ടനിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന ലൈറ്റ് ഡിഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾക്ക് ആ ഒബ്ജക്റ്റിനെ ലിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള പാർട്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ആ ഒരു രീതിയിൽ ആ ഒബ്ജക്റ്റിനെ ഇലുമിനേറ്റ് ചെയ്യും. അതായത് നമ്മളുടെ പുറത്തുനിന്നുള്ള ലൈറ്റ് ശരിക്കും ഷാർപ്പ് ലൈറ്റാണ്, ഷാർപ്പ് ഷാഡോസാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്തു നിന്നുള്ള ലൈറ്റിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അത് കുറച്ചുകൂടി ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഷാഡോസ് സോഫ്റ്റ് ആക്കാൻ പറ്റിയ ലൈറ്റായിട്ട് മാറും. സോ ആ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ലൈറ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ നമ്മളുടെ ആക്ച്വൽ ലൈറ്റിന് എന്താ പറയുക, ഇത്രയും ഭാഗം എടുത്തിട്ട് ബാക്കി ഭാഗം വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എക്സ്ട്രാ ലൈറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഒരു വേരിയേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും.
സോ നമ്മളിപ്പോൾ ഒറ്റ ലൈറ്റായിട്ട് തന്നെ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ നിന്നുള്ള ലൈറ്റും ഭയങ്കരമായിട്ട് എന്താണ് വോളിൽ ഹിറ്റ് ചെയ്യുന്ന ലൈറ്റും ഇത് ആക്ച്വലി വോളിൽ നിന്ന് ഹിറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഓബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ റൂമിനുള്ളിലേക്ക് ഇലുമിനേറ്റ് ചെയ്യപ്പെടുന്നതായതുകൊണ്ട് അതൊരു ഇൻഡയറക്റ്റ് ബൗൺസ് ആണ്. സ്റ്റിൽ അതിനും വാല്യൂ ഉണ്ട്. സോ അതും വേണമെങ്കിൽ നമുക്ക് ലൈറ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ HDRIയുടെ കൂടെ ഉൾപ്പെടുത്തണം. നോർമലി നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള വാല്യൂസിനെ റിമൂവ് ചെയ്ത് കളയരുത്, കാരണം അവിടെ ആ ഒരു ബൗൺസിൻ്റെ ഇൻഫർമേഷൻ കൂടെ നമ്മളുടെ ആക്ച്വലി ഒബ്ജക്റ്റിൽ കിട്ടുന്നുണ്ടാവും ലൈറ്റ് ഇൻഫർമേഷനായിട്ട്. സോ അതൊരിക്കലും കളയരുത്. നമ്മൾ ലൈറ്റിൻ്റെ കൂടെ വെക്കണോ HDRIയുടെ കൂടെ വെക്കണോ എന്നുള്ളത് നമ്മളുടെ ലൈറ്റിംഗ് എങ്ങനെ വരുന്നു എന്നുള്ളത് കണ്ടിട്ട് വേണ്ടി വരും തീരുമാനിക്കാം. കാരണം നമ്മളുടെ HDRI പ്യുവർലി നമുക്കൊരു സോഫ്റ്റ് ഷാഡോയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഹയർ വാല്യൂസ് വെക്കുമ്പോൾ ചിലപ്പോൾ അതിനൊരു ഷാർപ്നെസ് വരാം. ആ ഒരു ഭാഗത്തുനിന്ന് മാത്രം ലൈറ്റിനൊരു ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് വരുമ്പോഴത്തേക്കും അത്രയും ചെറിയ ഭാഗമായതുകൊണ്ട് അതിൻ്റെ ഒരു ഹാർഡ് ഷാഡോസും കാര്യങ്ങളും ആ HDRIയിൽ നിന്നുകൊണ്ടുള്ള ലൈറ്റിൽ ഒബ്ജക്റ്റിൽ നമുക്ക് വിസിബിളായി കാണാൻ പറ്റും ചിലപ്പോൾ. സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും നമ്മൾ. ഇനി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയും ഭാഗം മാത്രമാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ലൈറ്റ് ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യാണ്. നോർമലി വിൻഡോ ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ലൈറ്റ് വിൻഡോയിൽ കൂടി വരുമ്പോഴത്തേക്കും വിൻഡോയുടെ അരികത്തുള്ള മതിലുകളിലേക്കും കോർണറുകളിലേക്കും എല്ലാം ലൈറ്റ് സ്പില്ല് ചെയ്യും. അതായത് ഒരു ലൈറ്റിൻ്റെ ഒരു ബൗൺസ് അവിടെ ഇവിടെ ആ ഒരു എഡ്ജിൽ മൊത്തത്തിൽ ഒന്ന് സ്പില്ലായിട്ടുണ്ടാവും. അത് ഓവറോൾ ലൈറ്റിനൊരു സോഫ്റ്റ്നെസ് തരും. സോ അതുകൂടെ അങ്ങനെ ഒന്ന് നമ്മളിവിടെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അതുകൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒബ്ജക്റ്റ് ഇവിടെ ഷാർപ്പായിട്ട് കാണാം, പക്ഷേ ആക്ച്വലി ഇവിടെ ലൈറ്റിൽ വരുമ്പോഴത്തേക്കും ലൈറ്റ് ഇതിലേക്ക് സ്പില്ലായി കയറിയിരിക്കുന്നത് കാണാം ഈ എഡ്ജിലെല്ലാം. സോ അവിടെയെല്ലാം ലൈറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ബൗൺസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി വരുന്നതുകൊണ്ടാണ് ഇത്രയും ഓവർ എക്സ്പോസ്ഡ് ആയി നിൽക്കുന്നത്. സോ ഈ ഒരു ഇതുകൂടെ ലൈറ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അത് എഡ്ജിനെ, ലൈറ്റിൻ്റെ എഡ്ജിൽ ആ ഒരു ഷാർപ്നെസ് വരാതെ സോഫ്റ്റ്നെസ് വരുമ്പോഴത്തേക്കും അതും നമ്മളെ ലൈറ്റിനെ പ്രോപ്പറായിട്ട് അഫക്റ്റ് ചെയ്യും. അതിൽ ഒരു ആക്യുറസി കൂട്ടാനായിട്ട് സഹായിക്കും അങ്ങനെയുള്ള പോയിന്റ്സ് പിടിച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു പ്രോപ്പർലി ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടിയോണ്ടാണ് ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ച് തന്നെ എടുക്കുന്നത്. അതും ഈ ട്യൂട്ടോറിയലിന് ഫാസ്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടി. നിങ്ങൾക്ക് എത്ര ആക്യുറേറ്റ് ആയിട്ട് ഇപ്പോൾ ഈ ചട്ടി കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് വാല്യൂസ് മാത്രമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. സോ ഞാനിവിടെ ഫസ്റ്റ് നേരെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്നോട് ഇടുകയാണ്. ആൻഡ് ഓക്കെ, ഇവിടെ പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസൊല്യൂഷൻ വെച്ചത് ആക്ച്വലി 40962048 ആണ്. പക്ഷെ നമ്മൾ സ്പിരിക്കൽ ട്രാൻസ്ഫോം വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ഇതിൻ്റെ റെസൊല്യൂഷൻ ഇത്തിരി വ്യത്യാസമായിട്ടുണ്ട്. നമ്മൾ ക്യൂബിക് ടൈപ്പിലേക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ അതിനനുസരിച്ച് റെസൊല്യൂഷൻ ചെറുതായിട്ടൊന്ന് വ്യത്യാസമായിട്ടുണ്ട്. സോ നമ്മൾ ആ റെസൊല്യൂഷൻ തന്നെ ഇവിടെ വെക്കേണ്ടി വരും. സോ ഇവിടെ നമുക്ക് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻസിൽ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ന്യൂ റെസൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ കസ്റ്റം ഒരു പേര് കസ്റ്റം എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ഞാൻ ആ സെയിം റെസൊല്യൂഷൻ 4096 and 2731 ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അവിടെ കട്ട് ചെയ്തത് അത് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടി. ഇനി നമുക്കതിനെ ക്രോപ്പ് ചെയ്യാം. സോ ക്രോപ്പ് ചെയ്യുന്നത് ബ്ലാക്ക് വാല്യൂസ് ഒഴിവാക്കാനാണ്. കാരണം നമ്മൾ ഇതിനെ പിന്നീട് ലൈറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റിൽ ആക്ച്വലി ഇവിടെ എല്ലാം ബ്ലാക്ക് വാല്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ലൈറ്റിൽ ആഡ് ചെയ്തിട്ട് ലൈറ്റിൻ്റെ സൈസിൻ്റെ ഇതിപ്പോൾ ഇത്രയുമാണ് ലൈറ്റിൻ്റെ സൈസ് എങ്കിൽ ഇത്രയും ഭാഗത്ത് മാത്രമായിട്ട് ആ ടെക്സ്ചർ ആഡ് ചെയ്ത് നിൽക്കും. സോ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആക്ച്വലി ആ ലൈറ്റിൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ആ ടെക്സ്ചർ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോപ്പ് ഇടുന്നത്. ഇനി നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റീഫോർമാറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു സ്ക്വയർ ടെക്സ്ചറിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാം. സോ നമ്മളുടെ 4K ടെക്സ്ചർ ആയതുകൊണ്ട് നമുക്കൊരു 2K ടെക്സ്ചറിലേക്ക് നമുക്കിതിനെ മാറ്റി കൊടുക്കാം. ഇനി ഇത് ആക്ച്വലി നമ്മൾ ക്രോപ്പ് ചെയ്ത ഭാഗം എക്സാക്ട്ലി സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മേളിലും താഴെ ഇപ്പോൾ കാണാം നമുക്ക് ഈ ഒരു ബ്ലാക്ക് വരുന്നത്. സോ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ ഇത്
സ്ക്വയറിലേക്ക് സ്ട്രെച്ചായി ആഡ് ആവും. സോ നമ്മൾ ബൈ ഡിഫോൾട്ട് അർണോൾഡിലെല്ലാം ഏരിയ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൈറ്റ് ക്രിയേറ്റ് ആവുന്നത് സ്ക്വയർ ആയിട്ടാണ് ബൈ ഡിഫോൾട്ട്. ആ ലൈറ്റിൻ്റെ വിഡ്ത്തും ഹൈറ്റും എല്ലാം ഒരേ വാല്യൂ ആയിരിക്കും. സോ സെയിം ഇതിൽ തന്നെ നമ്മൾ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ, ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു ഷേപ്പിലേക്ക് നമ്മളുടെ ലൈറ്റിൻ്റെ സൈസ് സ്കെയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് വിഡ്ത്ത് കൂട്ടണമെങ്കിൽ വിഡ്ത്ത് മാത്രം കൂട്ടി ഇങ്ങനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ലൈറ്റിനെ മാറ്റാം. ടെക്സ്ചർ ലൈറ്റ്ലി വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഷേപ്പിലേക്ക് സ്ട്രെച്ച് ആവും. സോ നമുക്ക് അതിൻ്റെ ഒരു കൺട്രോൾ സെപ്പറേറ്റ് ഒരു ലൈറ്റിൽ, ഒരു ഏരിയ ലൈറ്റിലാണ് ഇത് ആഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് അവിടെ ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് സ്ക്വയർ ആയിട്ടും വേണമെങ്കിൽ ടെക്സ്ചറിനെ എക്സ്പോർട്ട് ചെയ്യാം. സോ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു റൈറ്റ് നോഡ് ഇടുന്നു, നമ്മളൊരു പാത്ത് കൊടുക്കുന്നു. ഏത് പാത്തിലേക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, HDR എക്സ്ട്രാക്ട്. അതിൽ ഞാൻ വിൻഡോ എന്ന് പറയുന്ന പേരിൽ ഇതിൻ്റെ ഒപ്പം ഞാനിവിടെ EXR കൂടെ ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ റോ ഡാറ്റ ഓൺ ചെയ്യുകയാണ്. കാരണം റോ ഡാറ്റ ഓൺ ചെയ്താലുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കളർ സ്പേസ് അത് എടുക്കില്ല. ഒരു കളർ സ്പേസിലും ഇല്ലാതെ അതിൻ്റെ ഈ ഒരു HDRയിലുള്ള എന്താണോ അതിൻ്റെ റോ വാല്യൂസ്, ഈ ഒരു ലുമിനൻസ് വാല്യൂസ്, അത് തന്നെ നേരിട്ട് എക്സ്പോർട്ട് ആവും. സോ റോ ഡാറ്റ ഇടുന്നതും ലീനിയർ വെക്കുന്നതും ഇപ്പോൾ നമ്മൾ ഇതിലല്ലാതെ ഏസസിലാണെങ്കിൽ ഇത് വരുന്നത് സീൻ ലീനിയർ എന്നുള്ള ഓപ്ഷനിലാണ്. സോ ഡിഫോൾട്ട് സീൻ ലീനിയർ വെക്കുന്നതും റോ ഡാറ്റ വെക്കുന്നതും ഈ യൂട്ടിലിറ്റി റോ വെക്കുന്നതും എല്ലാം ഒരേ കളർ സ്പേസ് തന്നെയാണ്, ഒരേ വാല്യൂസ് തന്നെയാണ്. ഞാനിപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ ഇവിടെ ഒരു പോയിന്റിലെ വാല്യൂസ് ഇവിടെ വെച്ചെന്ന് വെച്ചോ, ഈ കളർ സ്പേസ് ഞാൻ സീൻ ലീനിയറിൽ നിന്ന് യൂട്ടിലിറ്റി റോയിലേക്ക് മാറ്റി. ഇവിടേക്ക് വാല്യൂസിന് ഒരു മാറ്റവും വന്നില്ല. പക്ഷേ ഇത് ഞാൻ ഔട്ട്പുട്ട് sRGBയിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ വാല്യൂസ് മാറി. കാരണം അത് തെറ്റായിട്ടുള്ളൊരു കളർ സ്പേസിലാണ് അതിനെ റീഡ് ചെയ്യുന്നത്. സോ റോ ഡാറ്റ വെക്കുമ്പോഴും സീൻ ലീനിയറിൽ വെക്കുമ്പോഴും ഇപ്പോൾ റോ ഡാറ്റ വെച്ച് കഴിഞ്ഞാൽ ആ കളർ സ്പേസ് മാറില്ല. കാരണം ഇതെല്ലാം ലീനിയർ കളർ സ്പേസ് തന്നെയാണ്. അതായത് അതിൻ്റെ റോ ആയിട്ടുള്ള എന്താണോ അതിൻ്റെ പിക്സൽ വാല്യൂസ് അതിനെ ചേഞ്ച് ചെയ്യുന്നില്ല. കളർ സ്പേസിൻ്റെയൊക്കെ കൺവേർഷൻ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് അതിൻ്റെ ലുക്കാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതായത് ആ ഇമേജിൻ്റെ കളേഴ്സ് ആ ഒരു കളർ സ്പേസിൽ എങ്ങനെ കാണുന്നു. ഇപ്പോൾ നമ്മളുടെ ഈ സീൻ ലീനിയർ സ്പേസിൽ sRGB ലട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇമേജിന് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ വേറൊരു സ്പേസിൽ വരുമ്പോഴത്തേക്കും ആ ഒരു ലട്ടിനും അനുസരിച്ച് ഇതിൻ്റെ ഇമേജ് മാറും. സോ നമ്മൾ കളർ സ്പേസ് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കളർ സ്പേസിൽ ഇതിൻ്റെ ഇൻപുട്ട് കളർ സ്പേസ് വേറെ ആയാലും ഈ ഒരു sRGBയിൽ അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിം കളറിൽ തന്നെ ഈ സ്പേസിൽ കാണണം. അതാണ് കളർ സ്പേസ് കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ലീനിയർ വെക്കാം, അല്ലെങ്കിൽ റോ ഡാറ്റ ഓൺ ചെയ്യുക. റോ ഡാറ്റ ഓൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലായിരിക്കാൻ ഏറ്റവും എളുപ്പം. കാരണം നമ്മളുടെ HDRയിൽ നമ്മൾക്ക് അതിൻ്റെ ലുമിനൻസ് വാല്യൂസ് ആണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി ഗ്രേഡ് ചെയ്ത HDRI ആണെങ്കിൽ നമ്മൾക്ക് പിക്സൽ വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഗ്രേഡിങ് ഇപ്പോൾ ചെയ്യുന്നില്ല, മായയിലാണ് നമ്മൾ കളർ കറക്റ്റ് നോഡ് വെച്ചിട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഗ്രേഡിങ് നോക്കേണ്ട ആവശ്യമില്ല. സോ ഞാനിവിടെ ഇതിനെ 16 ബിറ്റ് ഹാഫ് ഫ്ലോട്ട്, ഇതിൽ EXRൽ വരുന്ന ബൈ ഡിഫോൾട്ട് എല്ലാം തന്നെ അതേപടി വെച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് റെൻഡർ കൊടുത്ത് ആ ഫ്രെയിം നമുക്ക് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വിൻഡോ ഇവിടെ ഒരു ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടി. 2K റെസൊല്യൂഷനിലുള്ള ഒരു ടെക്സ്ചറായിട്ട് നമുക്ക് വിൻഡോ വന്നു. ഇനി വിൻഡോ വന്നു കഴിഞ്ഞാൽ ബാക്കി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് ഇതിനെ പെയിൻറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു ഇതാണ് റോട്ടോ പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കളയുക. ഇനി റോട്ടോ പെയിൻറ്റ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ഒരു ഫ്ലാറ്റ് കളർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് ഇപ്പോൾ ഈ വോള് പ്രോപ്പർലി വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് സിമിലർ ആയിട്ടുള്ള ലുമിനൻസ് വാല്യൂ ഉള്ള ഒരു കോൺസ്റ്റൻറ്റ് കളർ ഇട്ടാലും നമുക്ക് എടുക്കാൻ പറ്റും. സോ ഞാനൊരു കോൺസ്റ്റൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ കളർ പിക്കർ ഓൺ ചെയ്തിട്ട് ഞാൻ Ctrl+Shift ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ഏരിയയിലെ വാല്യൂസിൻ്റെ ആവറേജ് എടുക്കുകയാണ്. സോ ഇവിടെ കോൺസ്റ്റൻറ്റ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കളർ കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെയിം റോട്ടോ വെച്ചിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്, ഇൻമെർജ് വെച്ചിട്ട്.
സോ മെർജ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന പ്രശ്നം, ഇത് ആൽഫ കൊണ്ടാണ് ഇതിനെ മെർജ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഈ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സിലും ആൽഫ ഉണ്ടാകണം. സോ ഇവിടെ നമ്മളുടെ ഈ ഒരു HDRIയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം RGB ചാനൽസ് മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റിലും RGB ചാനൽസ് മാത്രമേ ഉള്ളൂ. സോ ഇത് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആയതുകൊണ്ട് ഇതിന് ആൽഫ ചാനലിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾക്ക് ഈ ഒരു മെർജ് നോഡ്സ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ആൽഫ ചാനൽ ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ ഓട്ടോ ആൽഫ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. സോ നമുക്കിവിടെ ഒരു ബൈ ഡിഫോൾട്ട് വൈറ്റ് ആയിട്ടുള്ളൊരു ആൽഫ വരും. അതുപോലെ തന്നെ ഇതിൽ ചാനൽസിൽ RGB എന്നുള്ള RGB ആക്കി കൊടുക്കുക. സോ നമുക്കിവിടെ കാണാം ആൽഫ ചാനൽ വന്നതോടെ നമ്മളുടെ റോട്ടോ വെച്ചിട്ടുള്ള ഓപ്പറേഷൻ ഇവിടെ വർക്കായി. അതിന് മൊത്തമായിട്ടൊരു ഫ്ലാറ്റ് കളർ നമ്മൾ കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ വേണമെങ്കിൽ കുറച്ചൊന്ന് ബ്ലർ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്കിനെ ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ഈ ഒരു ഭാഗം ഇവിടെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മെർജ് നോക്കുകയാണ്. സോ ഇവിടെ ഞാൻ ബ്ലർ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഭാഗത്ത് ബ്ലറായി കുറച്ചും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ നമുക്കിതിനെ സ്കെയിൽ ചെയ്ത് കുറച്ചും കൂടി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ചെയ്യാം. സോ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലറിൻ്റെ താഴെ വേണമെങ്കിൽ ഒരു ട്രാൻസ്ഫോം നോഡ് ഇട്ട് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിസിഷൻ വേണം, നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇതിൽ പെയിൻറ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റോട്ടോ പെയിൻറ് തന്നെയാണ് നല്ലത്. ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ പ്രോപ്പറായിട്ട് ഇതിനെ പെയിൻറ് ചെയ്ത് കളയുക. സോ തൽക്കാലത്തേക്ക് ഞാനിവിടെ ഇതിനെ ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ചോ. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു സ്ഫെരിക്കൽ ട്രാൻസ്ഫോമിലാണ് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തതും പെയിൻറ് ചെയ്തതും. ഇനി ഈ ഒരു പാർട്ടിനെ നമ്മൾ തിരിച്ച് ആ HDRIയിലേക്ക് എങ്ങനെ കൊണ്ടുവരും? കാരണം നമ്മളിപ്പോഴും HDRI നോക്കിക്കഴിഞ്ഞാൽ HDRIയിൽ ഇതൊന്നും വന്നിട്ടില്ല. നമ്മൾ സ്ഫെരിക്കൽ ട്രാൻസ്ഫോം ഇട്ടു, അതിനെ റോട്ടോ പെയിൻറ് ചെയ്തു. ഇനി ഇതിനെ എനിക്ക് തിരിച്ച് സ്ഫെരിക്കൽ ട്രാൻസ്ഫോം ഇൻവേർട്ട് ചെയ്തുകൊണ്ട് ആ HDRIയിലേക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചു. സോ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു സ്ഫെരിക്കൽ ട്രാൻസ്ഫോം ഇട്ട് നമ്മൾ ചെയ്ത സെറ്റിങ്സ് എല്ലാം റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഈ ഒരു സ്ഫെരിക്കൽ ട്രാൻസ്ഫോമറിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ഇവിടെ. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻപുട്ടിൽ കിടക്കുന്നത് പ്രൊജക്ഷൻ ലാറ്റ് ലോങ് ആണ്. പക്ഷെ നമ്മളുടെ ഇപ്പോൾ കറൻ്റ്ലി നമ്മളുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാറ്റ് ലോങ്ങിൽ നിന്ന് റെക്റ്റി ലീനിയറിലേക്ക് നമ്മൾ മാറ്റിയിരുന്നു. സോ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ പ്രൊജക്ഷൻ കിടക്കുന്നത് റെക്റ്റി ലീനിയർ ആണ്. സോ നമ്മളുടെ ഇവിടുത്തെ സ്പെരിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് പോകുന്നത് ലാറ്റ് ലോങ് പ്രൊജക്ഷനിലേക്കല്ല, റെക്റ്റി ലീനിയറിൽ നിന്നാണ്. ആൻഡ് ഇനി അടുത്തത് നമ്മൾക്ക് വരുന്നത് നമ്മൾ കൊടുത്ത റൊട്ടേഷൻ. സോ ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഈ സ്ഫെരിക്കൽ ട്രാൻസ്ഫോമിൽ ഈ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടി ചെയ്ത റൊട്ടേഷനാണ്. നമുക്ക് ഈ റൊട്ടേഷനെ തിരിച്ച് പഴയ ഇതിലേക്ക് മാറ്റണം. സോ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇത് പ്ലസ്സിലേക്കാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മൈനസ് ആഡ് ചെയ്ത് കൊടുക്കുക, മൈനസ് ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഔട്ട്പുട്ട് പ്രൊജക്ഷൻ എന്നുള്ളത് വീണ്ടും നമ്മൾ ലാറ്റ് ലോങ് ആക്കി കൊടുക്കുക. സോ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ഇരുന്ന പൊസിഷനിൽ തന്നെ ഇത് തിരിച്ച് പോയിട്ടുണ്ട്. സോ നമ്മളുടെ ഫോക്കൽ ലെങ്ത് ഇവിടെ ബൈ ഡിഫോൾട്ട് 16 വന്നേക്കുന്നത്, നമ്മളുടെ അവിടെ 10 ആയിരുന്നു. സോ ഫോക്കൽ ലെങ്ത് കൂടി മാറ്റി കൊടുക്കുക. സോ ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആ പൊസിഷനിലേക്ക് തിരിച്ചു വന്നു. ഇനി ഇതിനെ ഞാൻ ഒരു മെർജിനോട് ഇട്ടിട്ട് പഴയ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമ്മളുടെ ഇത് ആഡ് ചെയ്ത ഭാഗത്ത് ആൽഫ വന്നിട്ടില്ല. ഓക്കെ, ഞാനിവിടെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ ഒരു റോട്ടോയെ നമ്മളുടെ ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കളർ ഇതിലേക്ക് മെർജ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ആൽഫയിൽ അത് എടുക്കുന്നില്ല. സോ ഞാൻ ഇൻമെർജിൽ ഇതിൻ്റെ ആൽഫ മെർജിങ് ഒഴിവാക്കുകയാണ്. നമ്മളുടെ എനിക്ക് കളേഴ്സ് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട്. സോ എനിക്ക് ആൽഫ പ്രോപ്പറായിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവിടുത്തെ ആൽഫയും പ്രോപ്പറായിട്ട് കിട്ടി. ഇനി ഇവിടെ ഞാൻ മെർജ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ലൈറ്റും എക്സ്ട്രാക്ട് ചെയ്ത ലൈറ്റിൻ്റെ സ്ഥാനത്ത്
ഈ ഒരു ഫ്ലാറ്റ് കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. സോ ഇവിടെ റോട്ടോ പെയിൻ്റ് ആയിരുന്നെങ്കിലും സെയിം പ്രോസസ്സാണ്. റോട്ടോ പെയിൻ്റ് ഉള്ളത് ഭാഗം വീണ്ടും സ്പിരിക്കൽ ട്രാൻസ്ഫോമിലേക്ക് വരും. അതിൻ്റെ നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് തിരിച്ച് മെർജ് ചെയ്ത് HDRIയിലേക്ക് കയറ്റുക. സോ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മളുടെ വിൻഡോ വേറൊരു സെപ്പറേറ്റ് ലൈറ്റ് ടെക്സ്ചറായിട്ട് കിട്ടി. വിൻഡോ ഇല്ലാത്തൊരു HDRIയും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലൈറ്റ് കൂടെ ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ ചെയ്ത പ്രോസസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത് നിങ്ങളും ചെയ്തു നോക്കുക. ഞാനിത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞൊരു പ്രോസസ്സാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇതിൻ്റെ പ്രോപ്പർലി ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്ത ഒരു HDRIയും ഇതെല്ലാം റിമൂവ് ചെയ്ത് വിൻഡോ എല്ലാം പ്രോപ്പർലി പെയിൻറ്റ് ചെയ്ത HDRIയും വിൻഡോ ലൈറ്റും ഉണ്ട്. സോ അത് വെച്ചിട്ടായിരിക്കും നമ്മളിനി അടുത്ത കണ്ടിന്യൂഷനിലേക്ക് പോകുന്നത്, ലൈറ്റിങ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വർക്ക് ഫ്ലോ കാണിച്ചിരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്സ്. സോ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതും നിങ്ങളുടെ സ്കില്ലും വെച്ചിട്ടായിരിക്കും നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നു, എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ലൈറ്റിനെ എടുക്കുന്നു എന്നുള്ളതെല്ലാം. സോ നിങ്ങളൊരു രീതിക്ക് എടുത്തിട്ട് ലൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്താണ് കാണുന്നത്, അതിനെങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതെല്ലാം നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ലുകളാണ്. അതൊരിക്കലും ഒറ്റ ട്യൂട്ടോറിയൽ കൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. സോ ഈ ഒരു പ്രോസസ്സ് ഇവിടെ ഇത്രയേ ഉള്ളൂ. ന്യൂക്കിൻ്റെ നോഡ് കൊണ്ട് HDRIയിൽ നിന്ന് ലൈറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നതും ഒരു പെർട്ടിക്കുലർ പാർട്സ് നിങ്ങൾക്ക് ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഗ്രേഡ് ചെയ്യുന്നതും ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഈ കിട്ടിയ HDRIയിൽ വേറൊരു പാർട്ടിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇവിടെ ഒരു നിങ്ങൾക്ക് സ്പെരിക്കൽ ട്രാൻസ്ഫോം വീണ്ടും ഇടാം. സോ വീണ്ടും സ്പെരിക്കൽ ട്രാൻസ്ഫോം ഇട്ടു. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ലാറ്റ് ലോങ് പ്രൊജക്ഷൻ വീണ്ടും റെക്റ്റിലിനിയർ. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ഭാഗം കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2 ലൈറ്റും കിട്ടുന്ന രീതിയിൽ ഒരു പൊസിഷനിലേക്ക് വെക്കുക. നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു പൊസിഷൻ വേണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാണെന്ന് തോന്നുന്നു, ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാതെ അത് പ്രോപ്പറായിട്ട് നിൽക്കുന്നത്. സോ എന്നിട്ട് ഈ ഒരു പോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റോട്ടോ പെയിൻറ്റ് ആഡ് ചെയ്ത് ഇത് പെയിൻറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് വീണ്ടും ഇതിനെ തിരിച്ച് ഒരു അടുത്ത മെർജിനോട് ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ റോട്ടോ പെയിൻറ്റ് ഇടുകയാണെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഇതിനെ റഫായിട്ട് ചെയ്യാണ്. റോട്ടോ പെയിൻറ്റ് ചെയ്തു. ഇനി ഇതിനെ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്തു. സോ സെയിം ഇവിടെ വീണ്ടും ആ ഒരു സെയിം ഇത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക്. സോ സ്പിരിക്കൽ ട്രാൻസ്ഫോം നോഡ് വെച്ചിട്ടുള്ള HDRIയുടെ ലൈറ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഇതാണ്. ഇനി ഈ സെയിം മെത്തേഡ് നമ്മൾ പഴയ സ്പിരിക്കൽ ട്രാൻസ്ഫോം വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഒരു പോരായ്മ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാറ്റ് ലോങ് മാപ്പ് വെക്കാം, അതിൽ നിന്ന് നമുക്ക് ക്യൂബിലേക്ക് മാറ്റാം. സോ ഇവിടെ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ശ്രദ്ധിച്ചത് നമുക്ക് ആ ഒരു ഫോക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഇല്ല. എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇതിൻ്റെ മുകളിലേക്കോ സൈഡിലേക്കോ ഉള്ള പാർട്സ് ഇതിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു വഴി ഇതിൽ കാണുന്നില്ല. സോ നിങ്ങൾ പഴയ ന്യൂക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനൊരു എക്സാക്ട്ലി ഞാൻ ഇപ്പോൾ ചെയ്തൊരു ഫ്ലെക്സിബിലിറ്റി ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള റൊട്ടേഷനും കൂടി ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ആ ഒരു ചെറിയ
പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷനോട് കൂടെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഇമേജിനെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഇതിന് എന്തെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് തൽക്കാലം എനിക്കറിയില്ല. സോ നമ്മൾ തൽക്കാലം പുതിയ സ്ഫെറിക്കൽ ട്രാൻസ്ഫോം നോഡ് വെച്ചിട്ടാണ് HDRI എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഇത് നമ്മൾ ന്യൂക്കിലെ ഡിഫോൾട്ട് സ്ഫെറിക്കൽ ട്രാൻസ്ഫോം നോഡ് വെച്ചിട്ടുള്ളതാണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ന്യൂക്കിൻ്റെ തന്നെ ഒരു ഗിസ്മോ വെച്ചിട്ട് ഇതിലും ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് അത് കാണാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഗിസ്മോ എന്ന് പറയുന്നത് HDRI Prepper എന്ന് പറയുന്ന ഒരു ഗിസ്മോയാണ്. സോ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജൂലിയസ് ഐൽ എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഇയാളുടെ വെബ്സൈറ്റിലാണ് ഇതുള്ളത്. ഈ വെബ്സൈറ്റിൽ ഇത് കൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ അധികം ബ്ലോഗുകളുണ്ട്. അതിൽ ഒരുപാട് നല്ല ടൂൾസ് മായയ്ക്ക് വേണ്ടിയിട്ടും അർണോൾഡിന് വേണ്ടിയിട്ടും ന്യൂക്കിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. വളരെയധികം ഉപകാരപ്പെടുന്ന വളരെയധികം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് ആണ് ഉള്ളത്. സോ നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് ഈ ഒരു HDRI Prepper എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഗിസ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നേരെ താഴേക്ക് വന്നിട്ട് ഇവിടെ ഗിസ്മോ ഇവിടെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഗിസ്മോൻ്റെ ടോട്ടൽ ഒരു കോഡ് കാണാൻ പറ്റും ന്യൂക്കിൻ്റെ. ഇത് മൊത്തത്തിൽ കോപ്പി ചെയ്യുക, ഒരു നോട്ട് പാഡ് എടുക്കുക, അതിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്തിട്ട് ഇതിനെ സേവ് ആസ് കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അതിലേക്ക് വന്നിട്ട് ഇതിനെ ഒരു പ്രോപ്പർ പേര് കൊടുത്തിട്ട് .gizmo എന്നുള്ള പേരിൽ ഈ ടെക്സ്റ്റിനെ സേവ് ചെയ്യാം. സോ ഇത് ന്യൂക്കിൽ നമുക്കൊരു ഗിസ്മോ ഫയലായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. സോ നോർമലി നമ്മുടെ ന്യൂക്കിൽ ഇത് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിൻഡോസിലാണെങ്കിൽ, എനിക്ക് മാക്കിൻ്റെ പാത്ത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ വിൻഡോസിലാണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ഉള്ള ഫയൽ പാത്തിലേക്ക് വരിക, എന്നിട്ട് അതിൽ .nuke എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാവും. സോ .nukeൻ്റെ ഉള്ളിലാണ് ഈ .gizmo ഫയൽ സേവ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ഇത് ഓൾറെഡി എൻ്റെ ഫയലിൽ സേവ് ചെയ്ത് കിടപ്പുണ്ട്. സോ ആ ഒരു .gizmo ഫയലായിട്ട് നിങ്ങൾ കൊടുക്കുന്ന പേര് ഓർത്ത് വെക്കുക. സോ എന്താണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് HDRI Prep .gizmo എന്നാണ്. സോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂക്കിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതേഴ്സിൽ പോവുക, ഓൾ പ്ലഗിൻസ് അപ്ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നോഡ് ഗ്രാഫിൽ X പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമാൻഡ് വരും. സോ ഇതിൽ TCL വെച്ചിട്ട് നമ്മൾ ആ കൊടുത്ത പേര് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഗിസ്മോ ഇവിടെ വരും. സോ ഗിസ്മോ എന്ന് പറയുന്നത് ആക്ച്വലി ന്യൂക്കിൻ്റെ നോഡുകൾ കൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് നോഡ്സ് ആണ്. അതിന് ഒരു പ്രത്യേകം പ്രോപ്പർട്ടീസ് അതുകൊണ്ട് ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഗ്രേഡ്, കളർ കറക്റ്റ് അതെല്ലാം ഇട്ടിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ ചെയ്യുകയാണ്. അതായത് ഏത് ഇമേജിന് വന്നാലും ആ സെയിം ഫങ്ഷൻസ്, സെയിം നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് അതിൽ ചെയ്യണം. എന്നിട്ട് ഈ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ആ ഗ്രൂപ്പിൻ്റെ മുകളിലേക്ക് അതിനുള്ളിലുള്ള നോഡ്സിലെ ആട്രിബ്യൂട്ട്സ്, അതും നമുക്ക് ആവശ്യമുള്ള ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാത്രം ആട്രിബ്യൂട്ട്സ് ഈ ഒരു പുറമേയുള്ള ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉള്ളിലുള്ള ഫുൾ നോഡ്സിനെയും ഈ പുറമേയുള്ള ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഓഫ് നോഡ്സിനെ ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറ്റുന്നതിനെയാണ് ന്യൂക്കിൽ ഗിസ്മോ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾക്ക് ഇവിടെ ഈ ഒരു HDRI Prepperൻ്റെ ആട്രിബ്യൂട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു S എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രെപ്പർ നോഡിൻ്റെ അകത്തേക്ക് പോകും. സോ ഈ പ്രെപ്പർ നോഡിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ് ഇതിനുള്ളിൽ ചെയ്തേക്കുന്നത് എന്നുള്ളത്, ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്നുള്ളത്. സോ ഇതിലേക്ക് നമ്മൾ കൂടുതൽ ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ ഗിസ്മോനെ കുറിച്ചും ഗിസ്മോ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം വേറൊരു ട്യൂട്ടോറിയൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷേ ഇത് അറിഞ്ഞിരിക്കുക, ഇതാണ് ഗിസ്മോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു നമ്പർ ഓഫ് നോഡ്സിനെ കമ്പൈൽ ചെയ്തൊരു ഗ്രൂപ്പിലേക്ക് ആക്കിയിരിക്കുന്നതാണ്. എന്നിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു നോഡിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഇവിടെ പുറത്ത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഔട്ട്പുട്ട് ഫോൾഡർ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. സോ ഇവിടെ ഒരു റൈറ്റ് നോഡ് ഉണ്ട്. ഈ റൈറ്റ് നോഡിലെ ഈ ഫയലിൻ്റെ പാത്താണ് ഇവിടെ ഔട്ട്പുട്ട് ഫോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള പാത്തിലേക്ക് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ കാണാം ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൈത്തൺ ആവാം, ഇല്ലെങ്കിൽ ന്യൂക്കിൻ്റെ എക്സ്പ്രഷൻ ആവാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇവിടെ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാണാം ഇവിടെ ഒരു ബൗണ്ടിങ് ബോക്സ് നമുക്ക് കാണാം. സോ ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ട നമ്മൾ ചെയ്ത റോട്ടോ വരച്ച് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്പിരിക്കൽ ട്രാൻസ്ഫോം വെച്ചിട്ട് നമ്മൾ അതിനെ പെർസ്പെക്റ്റീവ് കറക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് റോട്ടോ ചെയ്ത് മാറ്റുന്നതും നേരത്തെ കണ്ടു. സെയിം പ്രോസസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആ റോട്ടോ ചെയ്യുന്നതും അതിനുശേഷം ആ ഭാഗം പെയിൻറ് ചെയ്യുന്നതും എല്ലാമുള്ള ആ ഒരു പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു ഗിസ്മോയാണിത്. സോ ഇത്
വരുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ഫിരിക്കൽ ട്രാൻസ്ഫോമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് ആഡ് ചെയ്യുന്നത്. സോ ഞാനിതിനെ ഇവിടേക്ക് ആഡ് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബൗണ്ടിങ് ബോക്സ് എനിക്ക് ഏത് ഭാഗമാണോ കട്ട് ചെയ്യേണ്ടത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്, അത്രയും ഭാഗത്തേക്ക്. സോ ഇവിടെ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. സോ ഈ നമ്മൾ ഇത് വെച്ചിരിക്കുന്ന ഇത്രയും ഭാഗമായിരിക്കും നമുക്ക് കട്ടായിട്ട് വേറൊരു ഫയലിലേക്ക് എക്സ്പോർട്ട് ആവുക. ജസ്റ്റ് നമ്മൾ റോട്ടോ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനെ റൈറ്റ് നോഡ് വെച്ച് സേവ് ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് ഈ ഒരു ഒറ്റ നോഡിനുള്ളിൽ ചെയ്യുകയാണ്. സോ നമുക്കിവിടെ ഔട്ട്പുട്ട് ഫോൾഡറിൽ നമുക്ക് ഏത് ഫോൾഡറിലേക്കാണ് ഇത് പോയി വീഴേണ്ടതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. സോ ഞാനിവിടെ ഒരു HDRI എക്സ്ട്രാക്ട് എന്നൊരു ഫോൾഡർ ഉണ്ട്. സോ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, window.exr എന്നുള്ള പേര്. സോ ഇവിടെ ഓൾറെഡി ഒരു പേരുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് window 2 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ഫോൾഡർ മാത്രമാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഈ ഒരു window 2 എന്നുള്ളത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ലൈറ്റിൻ്റെ നെയിമായിട്ട് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണതിൻ്റെ ഫോർമാറ്റ് നമുക്കിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഫോർമാറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ താഴേക്ക് ഇവിടെ HDRI ഔട്ട്പുട്ടിൽ വന്നു കഴിഞ്ഞാൽ HDRIൻ്റെ നെയിം. അപ്പോൾ ഈ ഒരു HDRIൻ്റെ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ഇല്ലാതെ നമ്മൾ ഇവിടെ പെയിൻറ് ചെയ്ത് ചേർത്ത് വെച്ച ഭാഗമായിട്ട് ഉള്ള HDRI ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് എൻവയോൺമെൻറ്റ് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടുത്തെ ഇൻഫർമേഷൻ നമ്മൾ വേറൊരു ടെക്സ്ചറിലേക്ക് എടുക്കുകയാണ്. സോ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇതിന് ചുറ്റുമുള്ള പിക്സൽസ് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ എഡ്ജിലുള്ള ആ ഒരു പിക്സൽ വാല്യൂ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ അത് ബ്ലറും ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ എഡ്ജ് സ്മഡ്ജ് എന്നുള്ളത് കൂട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു ബ്ലാക്ക് വാല്യൂ മൊത്തം പോയിട്ട് മൊത്തത്തിൽ ഇവിടെ ഫുള്ളായിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്ത് നമുക്ക് ഈസിലി ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയതായിട്ട് കാണാം. ഇനി നമ്മൾക്ക് ഇപ്പോൾ ചെയ്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് എല്ലാം ഉണ്ട്, അതെല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടാണ് ഇതിപ്പോൾ റിമൂവ് ആയിരിക്കുന്നത്. സോ നമുക്കിവിടെ ഒരു മാസ്കിൻ്റെ ഇത് കാണാം. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ കണ്ടായിരുന്നു നമ്മളുടെ ഈ സ്ഫിരിക്കൽ ട്രാൻസ്ഫോം ഇല്ലാതെ ഉള്ളൊരു രീതിക്കായിരുന്നു ഇത് കട്ട് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഈ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നേനെ. സോ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും നമ്മളുടെ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു HDRI പ്രിപ്പറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാനൊരു മറ്റൊരു ഗിസ്മോ ഇവിടെ കാണിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു വിത്തൗട്ട് സ്ഫെറിക്കൽ ട്രാൻസ്ഫോം എനിക്ക് ഈ ഒരു വിൻഡോയെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്കത് സ്ക്വയറായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. ഇത് ഈ ഒരു ഗിസ്മോയുടെ ഒരു പോരായ്മയാണ്. അതായത് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ബൗണ്ടിങ് ബോക്സ് വരില്ല. ബൗണ്ടിങ് ബോക്സ് എപ്പോഴും ഒരു റെക്റ്റാങ്കിളായിട്ട് മാത്രമേ വരുള്ളൂ. സോ അതിനാണ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് അദ്ദേഹം ഇവിടെ ഈ ഒരു മാസ്കിൻ്റെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു റോട്ടോ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു 40962731 എന്നുള്ള ഫോർമാറ്റിലേക്കാണ് റോട്ടോൻ്റെ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫോർമാറ്റിലൊരു ആ ഒരു റെസൊല്യൂഷനിലൊരു ന്യൂ ഫോർമാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് റോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ മാസ്ക് ക്രിയേറ്റ് ചെയ്തു. സോ മാസ്കിൽ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് പോയിരിക്കുന്നത്. സോ നമുക്ക് വിൻഡോൻ്റെ ഷേപ്പ് വേണമെങ്കിൽ റോട്ടോയിൽ വരച്ചു കൊടുക്കാം. സോ ഞാനിവിടെ ഇത് ഫാസ്റ്റായിട്ട് ചെയ്തു പോവാണ്. നിങ്ങൾക്ക് എത്രത്തോളം പ്രിസിഷൻ വേണമോ അത്രത്തോളം പ്രിസൈസ് ആയിട്ട് തന്നെ നിങ്ങൾ റോട്ടോ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാസ്ക് കിട്ടത്തുള്ളൂ. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാസ്ക് ഏരിയയിൽ മാത്രമാണ് നമ്മളുടെ ലൈറ്റിൻ്റെ ഈ ഒരു ഗിസ്മോ വർക്ക് ചെയ്യുന്നത്. ബാക്കി ഭാഗം അത് ഒഴിവാക്കി വിട്ടു. ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ ഒരു ലൈറ്റിനെ എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമ്മളുടെ HDRIയിൽ ഒരു ലൈറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി 2-3 ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇനി വേറൊരു ഭാഗത്തെ സ്ഫെറിക്കൽ ട്രാൻസ്ഫോം വെച്ചിട്ട് വേറൊരു പെർസ്പെക്റ്റീവ് പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ ഒരു ലൈറ്റാണ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നേരത്തെ കാണിച്ചെന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്.
ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ഫിരിക്കൽ ട്രാൻസ്ഫോമിൻ്റെ ഈ ഒരു നോഡ്സിനെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പ്രെപ്പ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്തു. വീണ്ടും സ്ഫിരിക്കൽ ട്രാൻസ്ഫോം വെച്ചിട്ട് തന്നെ അതിനെ ബാക്ക് ടു ആ HDRIയുടെ പൊസിഷനിലേക്ക് സെറ്റ് ചെയ്തു, തിരിച്ചതിനെ മെർജ് ചെയ്തു. സോ ഇവിടെ കാണുന്നത് നമ്മളുടെ ബാക്ക് ടു നമ്മൾ ആ ഒരു വിൻഡോ റിമൂവ് ചെയ്ത അതിനെ പെയിൻറ്റ് ചെയ്ത HDRI ആണ് നമ്മളിവിടെ കാണുന്നത്. വീണ്ടും അതിനെ നമ്മൾക്ക് വേറൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ സെപ്പറേറ്റ് ഒരു പൊസിഷൻ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. സോ സപ്പോസ് ഈ ഒരു പൊസിഷനാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പൊസിഷൻ വീണ്ടും HDRI പ്രെപ്പ് കൊണ്ടുവരിക. അതിനെ ഏത് പൊസിഷനിലുള്ള എന്തിനെയാണോ റിമൂവ് ചെയ്യേണ്ടത് അതിലേക്ക് കൊണ്ടുവന്ന് വെക്കുക, അതിനെ റിമൂവ് ചെയ്യുക. വീണ്ടും നമ്മൾ സെയിം ആ ഒരു വാല്യൂവിനെ ഇൻവേഴ്സ് ചെയ്യുക. സോ ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ 244 ആണ്. സോ ഇവിടെ -244 ഇടുക. എന്നിട്ട് വീണ്ടും അതിനെ ബാക്ക് ടു മെർജ് ചെയ്യുക. സോ ഇവിടുത്തെ കസേര റിമൂവ് ആയി. സോ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ HDRI പ്രെപ്പ് ഗിസ്മോ യൂസ് ചെയ്യാം. ആൻഡ് ഏറ്റവും അവസാനം വരുന്ന HDRI വെച്ചിട്ട് ഒരു റൈറ്റ് നോഡ് വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ HDRI വിത്തൗട്ട് എനി ലൈറ്റ്സ് എക്സ്പോർട്ട് ആവും. നമുക്ക് ലൈറ്റ്സ് ഈ ഒരു HDRI എക്സ്ട്രാക്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യാം. സോ നമ്മൾക്ക് ഇവിടെ ഈ ഒരു വിൻഡോ ലൈറ്റിനെ ഇവിടെ മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. സോ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സോ ഞാനിവിടെ റെൻഡർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഫ്രെയിം ഓക്കെ കൊടുത്തു. ഇനി നമുക്കിത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ വിൻഡോ 2 ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു നമ്മൾ കൊടുത്ത ഭാഗം എന്താണോ ആ ഭാഗം മാത്രം ആയിട്ട് ഇത് എക്സ്പോർട്ടായി വന്നു. ആൽഫ ചാനലിലും ഇതുള്ളതുകൊണ്ട് അർണോൾഡിൽ ഈ ഒരു ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോവുകയുള്ളൂ. ലൈറ്റിൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ ലൈറ്റും വീഴില്ല, ഒരു രീതിയിലും ഇത് സീനിനെ അഫക്റ്റ് ചെയ്യില്ല. സോ സിമ്പിളി ഇതാണ് HDRI പ്രെപ്പ് ഗിസ്മോ കൊണ്ടുള്ള യൂസേജ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. നമ്മളുടെ വളരെ നീളം ആകാവുന്ന ഒരു പ്രോസസ്സിനെ വളരെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു ഗിസ്മോയാണിത്. ആൻഡ് ഇതിൽ വേറെയും കുറേ സെറ്റിങ്സുകൾ ഉണ്ട്. നമ്മൾ ആകെ നോക്കിയത് ഇവിടെ എഡ്ജ് സ്മഡ്ജ് മാത്രമാണ്. എഡ്ജ് സ്മഡ്ജ് കൊണ്ട് ചെയ്തത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനുള്ളിലുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇല്ലാത്ത ഒരു ഭാഗത്തിനെ നമ്മൾ ഇതിൻ്റെ ചുറ്റുമുള്ള ബൗണ്ടറിയിലെ എഡ്ജിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമ്മൾക്കിപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള ഇതിൻ്റെ ഉള്ളിലെ തന്നെ പിക്സൽസിന് എടുക്കുകയാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് എഡ്ജ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളിവിടെ എഡ്ജ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എന്താണ് അതിൽ സംഭവിക്കുന്നതെന്ന്. നമ്മളുടെ ബൗണ്ടറിയുടെ എഡ്ജ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആവുകയാണ്. അതേപോലെ തന്നെ എഡ്ജ് ബ്ലർ ഓപ്ഷൻ ഉണ്ട്. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എഡ്ജ് ഇവിടെ ബ്ലർ ആയിക്കൊണ്ടിരിക്കും. സോ നമുക്കൊന്ന് ക്ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കൂടുതലും എഡ്ജ് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷാർപ്പ് ടു ബ്ലർ എന്തോരാവുന്നുണ്ടെന്നുള്ളത്. സോ ഇതെല്ലാം നമ്മളുടെ പ്രോപ്പർലി ഒരു നല്ലൊരു ഔട്ട്പുട്ട് ആ HDRIയുടെ ലൈറ്റ് പോയ ഭാഗത്തേക്ക് ഈ ഒരു നമ്മൾ ഫില്ല് ചെയ്യുന്ന പിക്സൽ വാല്യൂസ് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് അതിനുള്ളിലേക്ക് ഒരു ചെറിയ ടെക്സ്ചർ ഡീറ്റെയിൽസ് ഇത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ തന്നെ. സോ നമുക്കിത് വേണമെങ്കിൽ ഡീറ്റെയിൽസ് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് വെറും ബ്ലർഡ് കളർ മാത്രമായിട്ട് വെക്കാം. സോ ഇതെല്ലാം നമ്മളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇതുകൊണ്ട് HDRIയിൽ ലൈറ്റിങ്ങിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ വെക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. സോ ഇവിടെ നിന്ന് തന്നെ നമ്മളൊരു ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ കൊണ്ടുപോകത്തില്ല. ആൻഡ് ഫൈനലി ഫിൽ വിത്ത് കോൺസ്റ്റന്റ് കളർ. സോ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാൻ പറ്റും. സോ ഇവിടെ ഞാൻ കളർ പിക്കറിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ Ctrl+Shift പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ സീനിൽ തന്നെയുള്ള ഒരു ആവറേജ് കളർ നമുക്ക് കോൺസ്റ്റന്റ് കളറായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് HDRI പ്രെപ്പ് കൊണ്ടുള്ളത്. സോ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. സോ ഞാനിവിടെ ഓൾറെഡി പെയിൻറ് ചെയ്ത ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെ കാണിക്കുകയാണ്. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലൈറ്റിങ്ങിന് വേണ്ടി ചെയ്ത പ്രെപ്പ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു കോൺസ്റ്റൻറ്റ് കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫില്ല് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത വിൻഡോൻ്റെ ടെക്സ്ചർ നിങ്ങൾ കണ്ടു, ഇങ്ങനൊരു ഇതാണ്. പക്ഷെ ഞാൻ ഫൈനലി ലൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച വിൻഡോയിൻ്റെ ടെക്സ്ചർ ഇതായിരുന്നില്ല. ആക്ച്വലി മറ്റൊരു HDRIയിൽ നിന്ന് ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള വിൻഡോയാണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് ലൈറ്റ് സോഴ്സിന് വേണ്ടിയിട്ട് ടെക്സ്ചറായിട്ട് യൂസ് ചെയ്തത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ
റെഫറൻസ് ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വിൻഡോയുടെ ഇത് ഒരു റൗണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഈ ഒരു വിൻഡോ യുടെ രൂപമായിട്ട് ഇത് കുറച്ചും കൂടി മാച്ച് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ഈ ഒരു വിൻഡോ യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇതെല്ലാം ആസ് യൂഷ്വൽ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഏത് ടെക്സ്ചർ യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, എപ്പോഴും നമ്മളുടെ ഔട്ട്പുട്ട് എങ്ങനെ അതുകൊണ്ട് കൊണ്ടുവരുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത ലൈറ്റ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. സോ ഞാൻ എൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിന് യൂസ് ചെയ്തത് ഈ ഒരു ലൈറ്റ് ആയിരുന്നു. സോ നമ്മൾ ഇനി ഇത് വെച്ച് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. സോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന പ്രോസസ്സിൽ നിന്ന് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ എടുത്തു. അതായത് നമ്മൾക്ക് ആ ഒരു സെയിം ലൈറ്റ് തന്നെ അല്ലാതെ വേറൊരു HDRIയിൽ ഇത്രയും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ ടെക്സ്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണിക്കുകയാണ്. സോ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു വർക്ക് ഫ്ലോ ഇതിലൂടെ നമുക്ക് കിട്ടുകയാണ്. അതായത് ആ ഒരു HDRIയിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു HDRIയിലുള്ള ലൈറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ HDRIയിലേക്ക് പ്ലേസ് ചെയ്യാം. സോ ഈ ഒരു ടെക്സ്ചറിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു HDRIക്കുള്ളിലേക്ക് പ്ലേസ് ചെയ്യാനും പറ്റും. അതും നമുക്ക് ഈ ഒരു സ്പെരിക്കൽ ട്രാൻസ്ഫോം വഴി ചെയ്യാവുന്നതാണ്. ബിക്കോസ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ഇത് കളഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ആൽഫ ചാനൽ ഉണ്ട്. സോ നമുക്കിവിടെ ഒരു ട്രാൻസ്ഫോമിനോടിട്ട് മെർജിനോടിട്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ഈ സീനിലേക്ക് ആഡ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു HDRIയുടെ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്ക് ഈ ഒരു വിൻഡോയെ ആഡ് ചെയ്ത് കിട്ടി. സോ ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു സിംഗിൾ HDRI മാത്രമായിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. സോ ഇവിടെ നമുക്ക് കൺട്രോൾ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു HDRIയുടെ ഈ ഒരു ടെക്സ്ചറിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്രേഡ് നോഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എക്സ്പോഷർ നോഡ് ഇട്ടിട്ടോ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ കൺട്രോൾ നമുക്ക് സെപ്പറേറ്റ് പിടിക്കാം. സോ നമുക്ക് ഈ ഒരു HDRIനെ ഈ ഒരു തുടക്കത്തിൽ സെപ്പറേറ്റ് ഒരു ഗ്രേഡ് നോഡ് ഇട്ടിട്ട് ഇതിൻ്റെ ഓവറോൾ ഡാർക്കാക്കി ഇങ്ങനൊരു കൺട്രോളിൽ നമുക്കിതിനെ കൊണ്ടുവരാം. സോ അപ് ടു യു. സോ ഇവിടെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഗ്രേഡ് നോഡ് ഇട്ടുകൊണ്ട് പ്രെപ്പിലെ കളറിന് അത് ബാധിച്ചില്ല. സോ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പ്രെപ്പ് പെയിൻറ്റിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പെരിക്കൽ നോഡ് ഇട്ട് ഈ HDRIയെ അതിലേക്ക് ആഡ് ചെയ്യുക. അതിന് മുന്നേ ഒരു ഗ്രേഡ് നോഡ് ഇട്ടിട്ട് ഓവറോൾ നമ്മളുടെ HDRIയെ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള പല വർക്ക് ഫ്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള വർക്ക് ഫ്ലോസ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് HDRIയെ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് അതിനെ ഒരു ഡോം ലൈറ്റിൽ തന്നെ ഒരു ഓവറോൾ ഫില്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ ഈ ഒരു വിൻഡോ ലൈറ്റിൻ്റെ ടെക്സ്ചറിനെ നമ്മളൊരു ഏരിയ ലൈറ്റിലേക്ക് ആഡ് ചെയ്ത് അതിനെ നമ്മൾ സെപ്പറേറ്റ് ഒരു കീ ലൈറ്റായിട്ട് നമ്മളുടെ ലൈറ്റിംഗ് സീനിലെ മെയിൻ ലൈറ്റായിട്ട് യൂസ് ചെയ്ത് മായയിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ പോവുകയാണ്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ മായയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത എപ്പിസോഡ് 2 ട്യൂട്ടോറിയലിൻ്റെ ഫയൽ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ ഫയലിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്കേഴ്സ് ആണ്. കാരണം നമ്മൾ ബ്ലോക്കേഴ്സ് ഇല്ലാതെ ആ ലൈറ്റിനെ മാച്ച് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കാൻ പോകുന്നത്. സോ ബ്ലോക്കേഴ്സ് എല്ലാം ഞാൻ ഹൈഡ് ചെയ്യാണ്, കൺട്രോൾ വെച്ച് പ്രസ് ചെയ്തിട്ട്. ഇനി നെക്സ്റ്റ് തിങ്, നമ്മളുടെ എൻവയോൺമെൻറ്റ് നമ്മൾ ഓൾറെഡി HDRI വിത്തൗട്ട് വിൻഡോ ലൈറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമുക്ക് ഇതിലേക്ക് ലോഡ് ചെയ്യണം. സോ ഞാൻ വീണ്ടും HDRI സെലക്ട് ചെയ്ത് അതിൻ്റെ ഫയൽ ടെക്സ്ചറിൽ പോയിട്ട് ഈ ഒരു സ്റ്റുഡിയോൻ്റെ പെയിൻറ്റഡ് HDRI നമുക്കിവിടെ പ്രിവ്യൂവിൽ കാണാം. പെയിൻറ്റ് ചെയ്ത HDRIയെ നമ്മൾ സെലക്ട് ചെയ്യാണ്, ഓപ്പൺ കൊടുക്കുന്നു. സോ അതിവിടെ സെലക്റ്റായി. ഇനി നമുക്കിതിനൊന്ന് ഫസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പെയിൻറ്റഡ് HDRIയുടെ ഔട്ട്പുട്ട് വരുന്നതെന്നുള്ളത്. സോ നമ്മൾ ഓൾറെഡി റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ മെയിൻ ലൈറ്റ് സോഴ്സ് പോയതോടെ ഓവറോൾ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഫില്ലാണ് എല്ലാ ഭാഗത്തും കിട്ടുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഭാഗത്തൊരു ബ്രൈറ്റ്നസ് നമുക്ക് വിസിബിൾ ചെയ്യാൻ പ്രത്യേകിച്ച് കാണാൻ സാധിക്കില്ല. ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെ നമ്മൾ ഓവറോൾ ഫില്ലിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ റെഫറൻസ് ഇമേജിൽ ഓവറോൾ ഫില്ലിൻ്റെ ഈ ഒരു ലൈറ്റ് ആണ് ഈ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ ഫില്ല് ചെയ്യുന്നത്. അതൊഴിച്ച് ബാക്കി റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം ഫില്ല് എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ല രീതിക്ക് ഡാർക്കായിട്ടുള്ളൊരു പാർട്ടാണ്. സോ നമുക്ക് ഫില്ല് നമ്മളുടെ സെക്കൻഡ് എപ്പിസോഡിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കേഴ്സ് എല്ലാം വെച്ചാണ് ഈ ഡാർക്ക്നെസ് കൊണ്ടുവന്നത്. കാരണം നമ്മൾ HDRIയിൽ ഓൾറെഡി നല്ലവണ്ണം എമൗണ്ട് ഓഫ് ഫില്ല്, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. സോ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ HDRIയുടെ ഇൻറ്റൻസിറ്റി കുറച്ചിട്ട് ഫില്ല് ഈ ഒരു ഡാർക്ക്നെസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് പിന്നെ നമ്മൾ മെയിൻ ലൈറ്റ് സോഴ്സ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇൻറ്റൻസിറ്റി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആ ഫിൽ ലൈറ്റും കീ ലൈറ്റും തമ്മിലുള്ള റേഷ്യോ ഏകദേശം നമുക്ക് സെയിം ആയിട്ട് കിട്ടും. സോ ഞാനിവിടെ HDRI സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പോഷർ ഞാൻ ഒരു എക്സ്പോഷർ 1 യൂണിറ്റ് കുറയ്ക്കുകയാണ്. സോ ഇവിടെ 0.5 ആണ് കിടക്കുന്നത്. 0.5 നിന്ന് 1 യൂണിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ -0.5 ആയിരിക്കും വരുന്നത്. സോ ഇവിടെ ഇത്രയും ഡാർക്കായി. ഞാനിനി ക്രോപ്പ് റീജിയൻ വെച്ച് ഈ ഒരു റീജിയൻ മാത്രം ചെക്ക് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡാർക്ക്നെസ് നമ്മളുടെ റെഫറൻസിൽ ഉള്ളത്. സോ നമ്മളിവിടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിൻ്റെ ഡാർക്ക്നെസ് ഏകദേശം സെയിം ആണ്, എന്നാൽ കൂടെ കുറച്ചുകൂടെ ഡാർക്ക് ആകാനുണ്ട്. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് ഇതിൽ വിസിബിൾ ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. കുറച്ചുകൂടെ ഡാർക്ക് പോകാനുണ്ട്. സോ നമുക്കിതൊന്നും കൂടെ ഒരു 0.75 കൊടുക്കാം, എന്നിട്ട് നോക്കാം മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത്. സോ ഇപ്പോൾ എനിക്ക് ഏകദേശം മാച്ചായിട്ടാണ് തോന്നുന്നത് ഡാർക്ക്നെസ്. സോ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീൻ വല്ലാതെ തന്നെ ഡാർക്കായിട്ടുണ്ട്. ഇത് വീണ്ടും നമ്മൾ പിന്നീട് ട്വീക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ട്വീക്ക് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രോസസ് എന്ന നിലയിൽ നമ്മൾ ഓവറോൾ ഫില്ലിൻ്റെ ലെവൽ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾക്ക് നമ്മളുടെ മെയിൻ കീ ലൈറ്റ് ആഡ് ചെയ്യാം. സോ മെയിൻ കീ ലൈറ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അർണോൾഡിൻ്റെ ഏരിയ ലൈറ്റാണ്. സോ അർണോൾഡ് മെനുവിൽ ലൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ലൈറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ആ ഏരിയ ലൈറ്റിനെ ഞാനൊന്ന് സ്കെയിൽ ചെയ്യാണ്. ആൻഡ് നമ്മളുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. സോ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ വെക്കുകയാണ്. ഇതിപ്പോൾ ഒരു റഫ് പൊസിഷനാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ആക്ച്വലി 3D സ്പേസിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും, അതായത് ഡയറക്ഷൻ ലൈറ്റും ഡോം ലൈറ്റും ഏകദേശം ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് കാസ്റ്റ് ചെയ്യുന്ന ലൈറ്റുകളാണ്. നമ്മൾ ഇതുവരെ നമ്മൾ ട്യൂട്ടോറിയലിൽ യൂസ് ചെയ്തത് ആ 2 ലൈറ്റുകളാണ്. ആ 2 ലൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ബാക്കിയുള്ള ലൈറ്റുകൾ. കാരണം അത് നമുക്ക് 3Dയിൽ പൊസിഷൻ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡയറക്ഷനും എല്ലാം മാറും. നമ്മളുടെ മറ്റ് 2 ലൈറ്റുകളിലും റൊട്ടേഷൻ മാത്രമാണ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ അഫക്റ്റ് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നത് എക്സ്പോഷർ ആൻഡ് ഇൻറ്റൻസിറ്റി ആട്രിബ്യൂട്ട്സ് കൊണ്ടാണ്. നമ്മളതിനെ ഈ 3D സ്പേസിൽ പൊസിഷൻ എങ്ങോട്ടെങ്കിലും മാറ്റുന്നത് കൊണ്ട്, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്കോ ലൈറ്റിൻ്റെ ഡയറക്ഷനോ ഒന്നും ഒരു എഫക്റ്റും ഉണ്ടാവില്ല. സോ ഇങ്ങനെ പൊസിഷൻ ചെയ്യേണ്ട ലൈറ്റ് പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഇതൊരു ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇതിനെ ഞാനിപ്പോൾ ഷെയ്ഡിങ്ങിലേക്ക് വെച്ച് റെൻഡർ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഫസ്റ്റ് ഒന്ന് കാണണമെന്നുള്ളതുണ്ട്. സോ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ബൈ ഡിഫോൾട്ട് നമുക്ക് കുറവാണ്. സോ നമുക്കൊന്ന് ഇൻറ്റൻസിറ്റി കൂട്ടി വെച്ച് നോക്കാം. ഇപ്പോഴും വളരെ കുറവ് ഇൻറ്റൻസിറ്റിയാണ് തന്നെ വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി വന്നു. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഷാഡോ ശ്രദ്ധിക്കുകയാണെന്ന് നോക്കുക. ഇതിപ്പോൾ വല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷാഡോയാണ് ഇത് വരുന്നത്. ഇനി ഞാനിതിനൊന്ന് സേവ് ചെയ്യാണ്. ഇതിനെ തന്നെ ഞാൻ ഇതിനോട് അടുത്ത് കൊണ്ടുവരുന്നു നോക്കുക. അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ലൈറ്റ് അടുത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി മാറി, നിങ്ങൾക്ക് കാണാം ഇൻറ്റൻസിറ്റി കൂടി, കാരണം തൊട്ടരികത്തുനിന്നായതുകൊണ്ട്. രണ്ടാമത്, ആ ഷാഡോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷാഡോ കുറച്ചുകൂടെ ഷാർപ്പാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത്രയുമാണ് ഇതിൻ്റെ ഷാഡോയുടെ ഷാർപ്നെസ് എന്ന് വെക്കുക. ഞാനിതിനൊന്ന് സേവ് ചെയ്യാണ്. എന്നിട്ട് ഇതിനെ ഞാനൊരു ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യാണ്. ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റിന് ഡീകേ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. സോ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എനർജി യൂസ് ചെയ്തിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. സോ എനർജി കുറയും തോറും ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു റിയൽ വേൾഡിൽ ഒരു ബൾബ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബൾബിന് അതിൻ്റെ തൊട്ടരികത്തുള്ള വോളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലവണ്ണം പ്രകാശമായിരിക്കും. പക്ഷേ ദൂരം കൂടുന്തോറും ആ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. സോ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഡീകേ അല്ലെങ്കിൽ ഫോൾ ഓഫ്. ഇതാണ് ഇവിടെ കാണുന്നത്. ലൈറ്റ് ഡിസ്റ്റൻസിലേക്ക് നീക്കിയപ്പോഴത്തേക്കും ഇൻറ്റൻസിറ്റി കുറഞ്ഞു. ഇനി ഞാനിതിൻ്റെ ഇൻറ്റൻസിറ്റി ഇതിനനുസരിച്ച് കൂട്ടുകയാണെന്ന് നോക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാവും, ഡിസ്റ്റൻസ് കൂടുന്തോറും ലൈറ്റിൻ്റെ സൈസ് സെയിം ആയതുകൊണ്ട് അതിൻ്റെ സീനിലേക്കുള്ള എഫക്റ്റീവ് സൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ നിങ്ങൾ അടുത്ത് വെക്കുമ്പോഴത്തേക്കും ആ സൈസ് ഈ ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്ത് ഏതാണ്ട് സെയിം സൈസ് ആയിരുന്നു, ഒബ്ജക്റ്റിൻ്റെ അത്രയും തന്നെയുള്ള ഒരു സൈസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അത്രയും വലിപ്പം ലൈറ്റിനുള്ളതുകൊണ്ടാണ് ഷാഡോ സോഫ്റ്റ് ആയത്. പക്ഷേ ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന ലൈറ്റ് ആകുമ്പോഴത്തേക്കും ഈ സീനിനെ അപേക്ഷിച്ചിട്ട്, അതായത് ഈ സീനിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ കാണുന്ന സൈസ് അല്ല അത്രയും അകന്ന് നിൽക്കുമ്പോൾ. സോ സീനിനനുസരിച്ച് ആ ലൈറ്റിൻ്റെ എഫക്റ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത് വളരെ ചെറുതായി. അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് ചെറുതാവുമ്പോൾ ഷാഡോ ഷാർപ്പ് ആവും. സോ ലൈറ്റിൻ്റെ സൈസ് ചെറുതാവുക എന്ന് പറയുന്നത് നമ്മൾ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഡിസ്റ്റൻസ് കൂട്ടുന്തോറും, ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ലൈറ്റിൻ്റെ സ്കെയിൽ ചെറുതാവുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റിനെ നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഷാഡോ മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ സൈസ് ചുമ്മാ കൂട്ടുക മാത്രം പോരാ, അതിനെ ഒരു പ്രോപ്പർ പൊസിഷനിലേക്കും വെക്കേണ്ടി വരും. കാരണം ലൈറ്റിൻ്റെ ഡീകെ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയും ഷാഡോയുടെ സോഫ്റ്റ്നെസ്സും നമ്മളുടെ ലൈറ്റിൻ്റെ പൊസിഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഞാനിപ്പോൾ ഇതിനെ ഇത്രയും അടുത്ത് കൊണ്ട് വന്നു വെച്ചു എന്ന് വെക്കുക. ഇത്രയും അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാനിവിടെ ഈ ഒരു ഇൻറ്റൻസിറ്റി നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ലൈറ്റിൻ്റെ ഏറ്റവും അരികത്തിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ വുഡൻ ഒബ്ജക്റ്റ് ആണ്. അതിൽ ഉള്ള ഇൻറ്റൻസിറ്റി നോക്കിയാൽ അത് ഈ പുറകിലിരിക്കുന്ന ബോട്ടിലിൻ്റെ ഇൻറ്റൻസിറ്റിയേക്കാളും വളരെ കൂടുതലാണ്. സോ ലൈറ്റിനോടുള്ള പ്രോക്സിമിറ്റി, അതിൻ്റെ അടുത്തിരിക്കുന്ന ഒബ്ജക്ട്സിന് കൂടുതൽ ലൈറ്റ് കിട്ടുന്നു, പുറകിലേക്ക് പോകുന്നതോറും ലൈറ്റ് കുറവ് കിട്ടുന്നു. പക്ഷെ നമ്മളുടെ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അതായത് ഈ ഒബ്ജക്റ്റിന് ഇവിടെ വീഴുന്ന ഇൻറ്റൻസിറ്റിയും ഇങ്ങോട്ടേക്ക് കുറച്ച് കുറവാണ്, പക്ഷെ അത് ഈ ഒരു ഒബ്ജക്റ്റ് ലൈറ്റ് മറക്കുന്നതുകൊണ്ടാവാം ഓൾമോസ്റ്റ് എനിക്ക് സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതിന് പുറകിലുള്ള വോള് വരെ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മളുടെ ലൈറ്റ് ഇങ്ങനെ ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ, ഇത്രയും അടുത്ത് വെച്ചിട്ടാണ് ഒരു ലൈറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഈ ഒരു എഫക്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. ഇങ്ങനൊരു എഫക്റ്റേ നമുക്ക് കിട്ടുള്ളൂ. സോ ലൈറ്റിൻ്റെ ഷാഡോ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട്, ഡയറക്ഷൻ മാച്ച് ചെയ്യാൻ നമുക്ക് ആംഗിൾ കറക്റ്റ് ചെയ്താൽ മതി, ആ ലൈറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് മാച്ചായി കിട്ടും. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ലൈറ്റിനൊന്ന് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഒരു ലൈറ്റിൻ്റെ ഷാഡോ പൊസിഷനിലേക്ക് നമുക്കതിനെ മാറ്റാം. ഓൾമോസ്റ്റ് നമ്മളുടെ ഷാഡോ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് കിട്ടും. പക്ഷേ അവിടെ വരുന്ന രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു എഫക്റ്റാണ്. അതായത് ഡീകെ എല്ലാ ഒബ്ജക്റ്റിലേക്കും സെയിം ആണോ ലൈറ്റിൻ്റെ, സോ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാ ഒബ്ജക്റ്റിലേക്കും സെയിം ആണോ എന്നുള്ളതാണ്. അത് സെയിം ആക്കണമെങ്കിൽ ഈ ലൈറ്റിൽ നിന്ന് ഈ ഒരു വുഡൻ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും ഈ ലൈറ്റിൽ നിന്ന് ഈ ബോട്ടിലേക്കുള്ള ദൂരവും ഏകദേശം വലിയ വ്യത്യാസമില്ലാത്തൊരു ദൂരമായിരിക്കണം. അതായത് ഇപ്പോൾ ഈ വുഡൻ ഒബ്ജക്റ്റും ബോട്ടിലും തമ്മിൽ ഒരു 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരടി നീളം ഇത് തമ്മിലുണ്ടെങ്കിൽ, ലൈറ്റ് ഒരു 50 അടി ദൂരത്തു നിന്നാണെങ്കിൽ ലൈറ്റിനും ഈ വുഡൻ ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരം 49 അടിയും ലൈറ്റും ഈ ഒരു ബോട്ടിൽ തമ്മിലുള്ള ദൂരം 50 അടിയും, അതായത് ഒരടി വ്യത്യാസം. 49 50 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ദൂരമായിട്ട് തീരും. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വലിയൊരു ഡിസ്റ്റൻസ് അല്ലാതെയായി മാറും അത്രയും ദൂരത്തുനിന്ന് ലൈറ്റ് വീഴുമ്പോൾ. സോ നമ്മളുടെ എല്ലാ ഒബ്ജക്റ്റും ഒരേ ഇൻറ്റൻസിറ്റിയിലാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റിനെ മാക്സിമം ദൂരത്ത് വെച്ചിട്ട് ആ ഒബ്ജക്റ്റുകളെ ലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് എല്ലാ ഒബ്ജക്റ്റിലും ഇൻറ്റൻസിറ്റി ഏകദേശം സെയിം ആയിട്ട് കിട്ടും. സോ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഇൻറ്റൻസിറ്റി സിമിലർ ആയിട്ട് തോന്നുന്നുണ്ട്. സോ നമ്മൾ ഇങ്ങനെ ഏരിയ ലൈറ്റ് അല്ലെങ്കിൽ പോയിന്റ് ലൈറ്റ് ഒക്കെ അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ് ഈ തരം ലൈറ്റുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഷാഡോ മാച്ച് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വഴികൾ തന്നെയാണ്. ലൈറ്റിൻ്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. സോ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് പറഞ്ഞു തന്നത്. സോ ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ പൊസിഷൻ ഷാഡോ വൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിൽ തന്നെ ലൈറ്റിനെ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം നമ്മളുടെ എൻവയോൺമെൻറ്റ് HDRIൽ നമ്മൾ കണ്ടതാണ്, ആ ലൈറ്റ് ഒരു വിൻഡോയിൽ നിന്ന് വരുന്ന പുറത്തുനിന്നുള്ളൊരു ലൈറ്റാണ്. സോ ആ വിൻഡോയുടെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്. അതിനൊപ്പം തന്നെ അതൊരിക്കലും ഇതുപോലെ ചരിഞ്ഞിട്ടല്ല ഇരിക്കുന്നത്. നമ്മളുടെ ലൈറ്റ് ആക്ച്വലി സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വോളിലെ വിൻഡോ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നതാണ്. സോ നമുക്ക് റൊട്ടേഷൻ ഒന്നും ഇതിൽ ആവശ്യമില്ല. സോ നമുക്ക് ഇതിലെ റൊട്ടേഷൻസ് 0 ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് ഇവിടുത്തെ ഷാഡോയുടെ പൊസിഷൻ പതിയെ ഈ പൊസിഷനിൽ വെച്ചുകൊണ്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കാം. സോ ഈ ഷാഡോ കുറച്ചുകൂടെ പുറകിലോട്ട് ഇറങ്ങിയിട്ടാണ്, അതിനർത്ഥം ഈ ലൈറ്റ് നമുക്ക് ലെഫ്റ്റിലേക്ക് നീങ്ങണം. സോ കുറച്ച് നമ്മൾ
മൂവ് ചെയ്തത് കൂടിപ്പോയി. സോ നിങ്ങൾക്ക് എക്സാക്ട്ലി മാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ടോഗിളിങ് മാത്രമല്ല, നിങ്ങളുടെ വിരൽ വെച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്ത് വെച്ചിട്ട് പ്രിസിഷൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. കാരണം കണ്ടുകൊണ്ട് മാത്രം ആ ഒരു പ്രിസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത്ര വലിയ ടാലൻ്റ് ഒന്നും നമുക്കില്ല. സോ ഓക്കെ, ഏകദേശം മാച്ചായി, ഓൾമോസ്റ്റ് ഒരു മാച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ ഷാഡോൻ്റെ സോഫ്റ്റ്നെസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്കറിയാം നല്ല ഷാർപ്പായിട്ടുള്ള ഷാഡോ ആണെന്നുള്ളത്. സോ അതിനർത്ഥം നമുക്ക് ഈ ലൈറ്റിനെ സോഫ്റ്റ് ആക്കണം. സോ ഞാൻ സ്കെയിൽ ചെയ്ത് സോഫ്റ്റ് ആക്കുകയാണ് ഇവിടെ. സോ ഇത്രയും സോഫ്റ്റ്നെസ്സിൽ വെച്ച് തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി സ്കെയിലും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ സീനിൽ വേറൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്, ലൈറ്റിൻ്റെ സ്പെക്കുലർ. നമ്മളുടെ ബോട്ടിൽ നമ്മളുടെ വിൻഡോൻ്റെ ഷേപ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. സോ അങ്ങനൊരു സ്പെക്കുലർ നമ്മളുടെ സീനിലുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് റിഫ്ലക്ഷനിൽ ലൈറ്റിൻ്റെ ഷേപ്പ് കാണാം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ ഡയറക്ഷനും പൊസിഷനും ഒരു രീതിക്ക് മാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് 3D സ്പേസിലെ പൊസിഷൻ മാത്രം ചിലപ്പോൾ സൈസും പൊസിഷനും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് എന്തുകൊണ്ട് ഏതൊക്കെ സിറ്റുവേഷനിൽ എന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ പറയാം. സോ ഞാൻ ബാക്ക് ടു ഷെയ്ഡിങ് മോഡിലേക്ക് പോവാണ്. ഷെയ്ഡിങ് മോഡിൽ നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളെ ലൈറ്റിൻ്റെ നമ്മൾ ആ ഷാഡോയും പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മളുടെ വിൻഡോൻ്റെ പൊസിഷൻ എവിടെയാണോ ഏതാണ്ട് ആ പൊസിഷനിലേക്ക് തന്നെ നമ്മളുടെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു. കാരണം ആ ഷാഡോ പൊസിഷനും ഡയറക്ഷനും മാച്ച് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇതിനോടടുത്ത് തന്നെ ആയിരിക്കണം. വേറൊരു പൊസിഷനിലും അത് മാച്ച് ആകില്ല. ഇനി നമുക്ക് നമ്മളുടെ എക്സ്ട്രാക്ട് ചെയ്ത ലൈറ്റിൻ്റെ ടെക്സ്ചർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഏരിയ ലൈറ്റിൻ്റെ കളറിലേക്ക് ഒരു ടെക്സ്ചർ ആഡ് ചെയ്യാണ്, ഫയൽ ടെക്സ്ചർ. എന്നിട്ട് നമ്മളുടെ എക്സ്ട്രാക്ട് ചെയ്ത ലൈറ്റ് ഈ ഒരു നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ വിൻഡോയിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാണ്. സോ നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിൻഡോയിൽ ഓൾറെഡി ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു സ്കൈ ആണ് ഉള്ളത്. സോ അതിൻ്റെ കളർ കാസ്റ്റ് നമുക്ക് സീനിൽ ഇപ്പോൾ വേണമെങ്കിൽ വരും. സോ നിങ്ങൾക്ക് കാണാം ഓൾറെഡി നല്ല രീതിക്ക് ബ്ലൂയിഷ് ആണ് നമ്മളുടെ ലൈറ്റ്. സോ നമുക്ക് ഇത്രയും ബ്ലൂയിഷ് ഒരിക്കലും ആക്കാൻ പറ്റില്ല, കാരണം നമ്മളുടെ ആക്ച്വൽ റെഫറൻസ് ഇമേജ് എന്ന് പറയുന്നത് നല്ല വോംത്ത് ആണ് ശരിക്കും. സോ നമുക്ക് വീണ്ടും HDRIയിൽ നമ്മൾ കളർ കറക്റ്റ് നോഡ് ഇടുന്ന പോലെ തന്നെ ഈ ഒരു ലൈറ്റിലും കളർ കറക്റ്റ് നോഡ് ഇടാവുന്നതാണ്. സോ നമ്മൾ ടെക്സ്ചറിനും ലൈറ്റിൻ്റെ ഷേപ്പിനും ഇടയിലൊരു AI കളർ കറക്റ്റ് നോഡ് ആഡ് ചെയ്യാൻ പോവാണ്. സോ ഏരിയ ലൈറ്റിൻ്റെ കളറിലേക്ക് കളർ കറക്റ്റ് നോഡ് ആഡ് ചെയ്തു. ഇനി ആ കളർ കറക്റ്റ് നോഡിൻ്റെ സാച്ചുറേഷൻ ഞാൻ ഹാഫ് ആക്കുകയാണ്. സോ ഇപ്പോഴും നമുക്ക് ആ ബ്ലൂയിഷ് ടോൺ നല്ലോണം ഉണ്ട്. വീണ്ടും ഹാഫ് ആക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കുറഞ്ഞ പോലെയുണ്ട്, ഒരു വൈറ്റിലേക്ക് വീണ്ടും വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്കൊരു വാംത്ത് ആവശ്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് 0 ആക്കി വെക്കാം എങ്ങനെ വരുന്നു എന്നുള്ളത്. സോ നമുക്കിപ്പോൾ ആ ഒരു വാംത്ത് ഏകദേശം മാച്ചായ പോലെയുണ്ട്. സ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ബ്ലൂയിഷ് വെക്കാം, കാരണം നമ്മളുടെ ലൈറ്റ് ഇവിടുത്തെ ടെക്സ്ചർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ബ്ലൂയിഷ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഇതിലേക്ക് കൊണ്ടുവരാൻ കുറച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കാം. പക്ഷെ ഓവറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സീനിനെ കംപ്ലീറ്റ് ആയിട്ട് അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് അതിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ സ്പെക്കുലാർ എന്ന് പറയുന്നത് ഈ ഒരു ഓവറോൾ സീനിൻ്റെ ഒരു 5% മാത്രമേ വരുന്നുള്ളൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓവറോൾ സീനിൻ്റെ പിക്സൽസിൽ. സോ ആ ഒരു 5% വേണ്ടി ബാക്കി 95% നമ്മൾ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ല. സോ നമുക്ക് മാക്സിമം ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ലീവ് ചെയ്യുക. കാരണം ഓവറോൾ നമ്മളുടെ ആ ഒരു ലുക്ക് ആൻഡ് ഫീലാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ലൈറ്റ് വന്നു. ഇനി നമുക്ക് രണ്ടാമത് ചെയ്യേണ്ട കാര്യം അതിൻ്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമ്മളുടെ ഓൾറെഡി നമ്മൾ സിനി കാണാം ഈ ഒരു വിൻഡോ എത്രത്തോളം താഴേക്ക് വരെ ഇതിൻ്റെ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ടെന്ന്. സോ നമുക്ക് ആ ഒരു സ്കെയിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലുള്ള പൊസിഷൻ അതാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സോ ഞാനിതിനെ Y ആക്സിസിൽ സ്കെയിൽ ചെയ്യാണ്. ഇതിനെ മുകളിലേക്ക് വീണ്ടും മൂവ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ വരുന്നുള്ളത്.
ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇനി വിഡ്ത്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. നമ്മളുടെ വിൻഡോയ്ക്ക് വിഡ്ത്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിൻഡോ ഈ ഒരു ഭാഗം നമുക്കൊന്ന് മൂവ് ചെയ്ത് മാച്ച് ചെയ്യേണ്ടി വരും. സോ ഇപ്പം നമുക്ക് ഏകദേശം ആ പൊസിഷൻ മാച്ചായി കാണുന്നുണ്ട്. പക്ഷെ വിഡ്ത്ത് കുറച്ചും കൂടി കൂട്ടേണ്ട പോലെയുണ്ട്. സോ ഏകദേശം നമുക്ക് പൊസിഷൻ മാച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പൊസിഷൻ മാത്രമേ മാച്ച് ആയിട്ടുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീനിലെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ ഡൗൺ ആണ്. സോ നമുക്കിനി ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കാം. സോ നമ്മളുടെ പൊസിഷൻ ഏകദേശം മാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കിനി ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാം. സോ ഞാൻ അതിനായിട്ട് ഇനി വീണ്ടും എക്സ്പോഷറിൽ ഒരു എക്സ്പോഷർ വെച്ച് കൂട്ടി കൊടുത്ത് നോക്കുകയാണ് ഇതുമായിട്ട് എത്രത്തോളം മാച്ച് ആകുന്നു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷാഡോൻ്റെ പൊസിഷൻ ഇവിടെ മാറിയിട്ടുണ്ട്. കുറച്ച് ബാക്കിലേക്ക് പോയി. നമ്മളുടെ ഈ ഒബ്ജക്റ്റിനേക്കാളും ബാക്കിലേക്ക് പോയാണ് ഷാഡോ ഫ്രണ്ടിലേക്ക് വന്നേക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇമേജിൽ അതല്ല അതിൻ്റെ പൊസിഷൻ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഇവിടെ ഇൻറ്റൻസിറ്റി ഓവറോൾ നമ്മൾ മാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഇവിടെ സ്പെക്കുലർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബ്ലോൺ ഔട്ട് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ആക്ച്വലി നമ്മളുടെ ഇമേജിൽ നമ്മൾക്ക് അത്ര ബ്ലോൺ ഔട്ട് അല്ല, അതായത് അത്ര ബ്രൈറ്റ് അല്ല നമ്മളുടെ സ്പെക്കുലർ. നമ്മൾക്ക് ഡീറ്റെയിൽസ് അതിൽ കൂടി കാണാം. അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള പിക്സൽസ് അല്ല കാണുന്നത്, പക്ഷെ നമ്മളുടെ ഇത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള പിക്സൽസ് ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് അനുമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളുടെ ആക്ച്വലി ഈ ഒരു ബ്രൈറ്റ്നെസ്സിലല്ല വെക്കേണ്ടത്. ഈ ഒരു ബ്രൈറ്റ്നെസ്സിന് ക്ലോസ് ആയിട്ടാണ് നമ്മളെ സ്പെക്കുലറിൻ്റെ ഇൻറ്റൻസിറ്റി വരേണ്ടത്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പോഷർ കുറയ്ക്കുകയാണ് സ്പെക്കുലറിൻ്റെ. സോ ഈ ഒരു വാല്യൂ ഏകദേശം അല്ലെങ്കിൽ ഒരു 15 എക്സ്പോഷർ ഏകദേശം മാച്ച് ആയിട്ടുള്ളൊരു വാല്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും പക്ഷെ ഓവറോള് സീനിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണ്. സോ അതർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈറ്റിനെ സീനിലേക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഈ ഒരു സ്പെക്കുലറിൻ്റെ ഇൻറ്റൻസിറ്റിയും ഓവറോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും ഒരേപോലെ മാച്ച് ചെയ്യാൻ പറ്റില്ല. സോ അതിനായിട്ട് ഞാൻ വീണ്ടും ലൈറ്റിനെ ഒന്ന് മൂവ് ചെയ്യാണ് ഫ്രണ്ടിലേക്ക്. സോ ഇപ്പോൾ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ബ്രൈറ്റ്നെസ് ആണ് മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് എത്രത്തോളം ഒബ്ജക്റ്റുമായിട്ട് മാച്ചാണ് ലൈറ്റിംഗ് എന്നുള്ളത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയും പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ ഈ ഒരു സെൻറ്റർ വരെ ലൈറ്റിൻ്റെ ഇൻഫോ ഉണ്ട്, ബാക്കി ഭാഗത്തേക്കാണ് ഷാഡോ പോകുന്നത്. നമ്മളുടെ ലൈറ്റ് ഇപ്പോഴും പുറകിലാണെന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. സോ ഞാനിതിനെ ലൈറ്റിനെ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ക്രോപ്പ് റീജിയൻ വെച്ചിട്ട് നോക്കാം. സോ ഇവിടെ വേറൊരു ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്കെയില് കൂടിയത് കൊണ്ടാണോ ഈ ഒരു ഇപ്പോൾ ബ്രൈറ്റ്നസ് ഷാഡോ പൊസിഷൻ എല്ലാം സിമിലർ ആണ്. ഇനി നമുക്ക് സ്പെക്കുലർ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ ഈ ഒരു സ്ട്രെച്ചിങ് നമുക്ക് കിട്ടുന്നില്ല ആക്ച്വലി ഇതിൽ. സോ നമുക്ക് വീണ്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ഏകദേശം നമുക്ക് ഷാഡോയുടെ പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഏകദേശം മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് കാണാത്തത് നമ്മൾ ഡീനോയ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ഫൈനൽ ഔട്ട് വരുമ്പോഴത്തേക്കും പ്രോപ്പറാവും. നമുക്കിപ്പോൾ കാണാൻ ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു മാച്ച് അറിയുന്നുണ്ട് ആക്ച്വലി. സോ ഇവിടത്തെയും ഇൻറ്റൻസിറ്റി വൈസും പൊസിഷൻ വൈസും
നമുക്ക് ഏകദേശം നല്ലൊരു മാച്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വീണ്ടും മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അത് നമ്മളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാവുന്നതാണത്. സോ നമ്മൾ ഒരു കാര്യം ആക്ച്വലി ശ്രദ്ധിക്കണം. അതായത് ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റിങ്ങിലേക്ക് നമ്മൾക്കൊരു ഫയൽ കിട്ടുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇത് എക്സാക്ട്ലി ഓരോ ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ആ ലൈറ്റിങ്ങിൻ്റെ റെഫറൻസ് ആയിട്ട് ഗ്രേ ബോൾ, മിറർ ബോൾ, മാക്ബത്ത് ചാർട്ട്, പിന്നെ ആ ഒരു എൻവയോൺമെൻറ്റ് HDR അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് ലൈറ്റിങ്ങിലേക്ക് ഫയൽ വരുന്നത്. അതിൽ തന്നെ നമ്മൾ വൺസ് ആ ഒരു റെഫറൻസ് ബോൾ വെച്ചിട്ട് HDR ഗ്രേഡ് ചെയ്ത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലൈറ്റിന് കൺട്രോളിന് വേണ്ടിയിട്ട് HDR ലൈറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് എക്സാക്ട്ലി പൊസിഷൻ മാച്ച് ചെയ്താൽ മാത്രം മതി. സോ ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഇതിലും കുറച്ചും കൂടി നമുക്ക് ആ പ്രോസസ്സ് എങ്ങനെയാണ് ആ ഒരു ഔട്ട്പുട്ട് ചെയ്യേണ്ടതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് HDR എൻവയോൺമെന്റിന്റെ റെഫറൻസ് എന്താണെന്ന് അറിയില്ല, നമ്മൾക്ക് ഒബ്ജക്റ്റിന്റെ സ്കെയിലോ അങ്ങനെ ഒന്നും അറിയില്ല. നമ്മളൊരു ഫോട്ടോ മാത്രം റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അതിന് വെച്ചിട്ട് ഒരു ഉദ്ദേശം, നമ്മളുടെ ഒരു ഉദ്ദേശം വെച്ചിട്ടുള്ള മോഡലിങ്ങും ഉദ്ദേശം വെച്ചിട്ടുള്ള ലൈറ്റിങ്ങും ആ ഒരു റെഫറൻസ് ഇമേജിൽ കണ്ട ഒരു ലൈറ്റിങ്ങിൽ നിന്ന് നമ്മൾ എന്തോരം ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുമോ അത്ര ഇൻഫർമേഷൻസ് എടുത്ത് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഈ ഒരു ഔട്ട്പുട്ട് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമ്മളുടെ പരിമിതികളും ഇതിൽ ഒരുപാടുണ്ട്. സോ അതുകൂടി മനസ്സിലാക്കാം. നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു ആക്യുറേറ്റ് പൊസിഷൻ മാച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഷാഡോന്റെ പൊസിഷൻ എത്രത്തോളം വ്യത്യാസമാകും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പൊസിഷനിലെ ഷാഡോ എല്ലാം എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടി, ഏകദേശം മാച്ചാണ്. ഈ ഒരു ഭാഗത്തെയും ഓൾമോസ്റ്റ് മാച്ചാണ്, ഈ ഒരു ചരിവൊഴിച്ച്. കാരണം നമ്മൾ ലൈറ്റ് ഇത്തിരി ഹൈറ്റിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും ഇതൊരു എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ഇതല്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു മാച്ചിങ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു സ്പെക്കുലർ ഹിറ്റ് നമുക്കതുപോലും ഏകദേശം നല്ല രീതിക്ക് മാച്ചായിട്ട് കിട്ടി. ഇനി നമ്മളുടെ സീനിൽ ഇനി ഫൈനലായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, അതായത് ലൈറ്റിങ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസിൽ നമ്മൾ അതിനെ ഹീറോ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി, പൊസിഷൻ, കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്തു. ഇപ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുപ്പിയുടെ ഷെയ്ഡർ, ബോട്ടിലിൻ്റെ ഷെയ്ഡർ ഓവറോൾ ഒരു ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ എനിക്കതൊന്ന് ഡൗൺ ചെയ്യണം ഈ സീനിൽ. സോ ഇത്രയും നേരം നമ്മൾ ലൈറ്റിങ്ങിൽ മാക്സിമം ചെയ്യാനുള്ളത് ചെയ്തു. ഇനി ലൈറ്റിങ്ങിൽ നമുക്കൊന്നും കൂടുതൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ കുപ്പിക്ക് വേണ്ടി മാത്രമായിട്ട് ലൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിനായിട്ട് നമ്മളുടെ ഈ ഫോർഗ്രൗണ്ടിലുള്ള ബാക്കി ഇത്ര എലമെൻറ്റ്സ്, വുഡൻ ബൗള്, വുഡ് ഒബ്ജക്റ്റ്, നമ്മൾ ഈ ക്ലോത്ത്, പിന്നെ നമ്മൾ ഈ ടേബിൾ, ഇതെല്ലാം ഓൾമോസ്റ്റ് നല്ല രീതിക്ക് മാച്ച് ആയിട്ടിരിക്കുന്നതാണ് കോൺട്രാസ്റ്റ് കൊണ്ടും എല്ലാം കൊണ്ടും. സോ ഈ ഒരു മാച്ച് നമുക്ക് നഷ്ടപ്പെടും. ഇവിടെ ഈ ജസ്റ്റ് ബോട്ടിലിൻ്റെ ട്രാൻസ്മിഷൻ ഷെയ്ഡർ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം. സോ ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡർ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇതിൽ വേറെ ഇല്ല. പിന്നെ ലൈറ്റിൻ്റെ കളറ് കുറച്ചുകൂടെ മാച്ച് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു സംശയമുണ്ട്. സോ സാച്ചുറേഷൻ, പക്ഷേ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. സോ ഞാനിവിടെ ബോട്ടിലിൻ്റെ ഷെയ്ഡറിൽ ട്രാൻസ്മിഷനിൽ പോയിട്ട് ഇതിൻ്റെ ട്രാൻസ്മിഷൻ കളറ് ഞാനൊന്ന് കുറയ്ക്കുകയാണ്. സോ ലുക്ക് ഡെവലപ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിൽ നോക്കുന്നേ ഇല്ല, ജസ്റ്റ് ഒരു ലെവൽ വരെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഷെയ്ഡേഴ്സിൻ്റെ ചെറിയ മിസ്മാച്ച് നമ്മൾ ഷെയ്ഡറിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇതൊരിക്കലും പ്രൊഡക്ഷനിൽ ഈ ഒരു വർക്ക് ഫ്ലോ അല്ല. ആക്ച്വലി ഷെയ്ഡേഴ്സ് ഫൈനലൈസ് ചെയ്തായിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് ഒരിക്കലും ഷെയ്ഡറിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരില്ല. വൺസ് ലൈറ്റിംഗ് മാച്ച് ആയി കഴിഞ്ഞാൽ ഷെയ്ഡർ ഓട്ടോമാറ്റിക്കലി മാച്ച് ആയിരിക്കും. ബിക്കോസ് നമ്മൾ ലൈറ്റിംഗ് ആൻഡ് ലുക്ക് ഡെവലപ്മെൻറ്റ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. സോ ഒരിക്കലും ലൈറ്റിങ്ങിൽ വന്നിട്ട് ലുക്ക് ഡെവലപ്മെൻറ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, ട്വീക്ക് ചെയ്യില്ല. ആൻഡ് ചില കമ്പനീസ് അത് ചെയ്യും, ചില കമ്പനീസിൽ അത് ചെയ്യില്ല. പക്ഷേ മോസ്റ്റ്ലി ഒരു 80% ഞാൻ പറയാം, ലുക്ക് ഡെവലപ്മെൻറ്റ് നമ്മൾ ലൈറ്റിങ്ങിൽ വന്നിട്ട് ട്വീക്ക് ചെയ്യുന്ന പരിപാടിയില്ല. സോ ഇവിടെ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ലിമിറ്റേഷനാണ്. ഇപ്പോൾ ഏകദേശം ഒരു ലുക്ക് ആൻഡ് ഫീൽ എനിക്ക് ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്.
എനിക്കിപ്പോഴും ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നുന്നത്. സോ ഒന്നുകൂടെ ഞാനൊന്ന് ഡൗൺ ചെയ്യാണ്. ആൻഡ് ഒന്നുകൂടെ നമുക്കൊന്ന് മൂവ് ചെയ്ത് അടുത്ത് കൊണ്ടൊന്ന് നോക്കാം. സോ ഞാനിവിടെ കളേഴ്സ് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുമോ അറിയാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഇവിടെ കുപ്പിയുടെ ബ്രൈറ്റ്നെസ് കുറച്ചും കൂടെ ഈ ഒരു ലെവലിൽ കൂടുതൽ ഇത് കൊണ്ടുവരുന്നത് നല്ലതാവോ എന്ന് എനിക്ക് സംശയമുണ്ട്. സോ നമുക്കൊരു 0.5 ഇവിടെ കൂട്ടി വെച്ച് നോക്കാം. ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് പാർട്ട് അത് ആക്ച്വലി ഈ ഒരു ഒബ്ജക്റ്റിലുണ്ട്. ഇത് നമ്മളുടെ ഈ ഒരു വുഡ് ഒബ്ജക്റ്റിൻ്റെ ഷാഡോയാണ്. അതായത് ഈ റിഫ്ലക്ഷനെ ഈ റിഫ്ലക്ഷനിൽ ഈ ഒരു വിൻഡോയിനെ ഇത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ഡാർക്ക്നെസ് വരുന്നത്. സോ അതിൻ്റെ സൈസ് നമുക്ക് നമ്മളുടെ ലൈറ്റിൽ പ്രോപ്പറായിട്ടല്ല കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ ഇത്തിരി വലുതാണ്. അത് ലൈറ്റ് അത്രയും അടുത്ത് വന്നുകൊണ്ടാണോ എന്ന് ഡൗട്ടുണ്ട്. സോ ഒന്ന് അകലത്തേക്ക് കൊണ്ടുപോയി നോക്കാം എങ്ങനെ വരുന്നതെന്നുള്ളത്. സോ അകലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ, വലിയ മാറ്റമില്ല. സോ നമുക്ക് അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ നമുക്കിത് തന്നെ വെക്കാം. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ സാമ്പിൾസ് ഒന്ന് കുറയ്ക്കുകയാണ് ഫാസ്റ്റായിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ ഒരു റെൻഡറിലും ഡീനോയ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ ഫസ്റ്റിൽ യൂസ് ചെയ്ത ലെൻസ് എഫക്ട്സും കളർ കറക്റ്റും ഗ്രേഡ് നോട്ട്സും അതേപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ട്വീക്ക് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ലൈറ്റിംഗ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ആ ഒരു ഗ്രേഡും നമ്മളുടെ വിന്യറ്റും എല്ലാം നമുക്ക് സെയിം തന്നെ മതി എന്നുള്ളതുകൊണ്ട്. ഇപ്പം ഞാൻ ഫൈനൽ ചെറിയ ചെറിയ ട്വീക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടുള്ള ഇതില്ല, കാരണം എനിക്കിപ്പോൾ ഒരു ചെറിയ ബ്രൈറ്റ്നെസ്സിൽ വ്യത്യാസം തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ട്വീക്ക് ചെയ്ത് നോക്കുകയാണ് എന്ത് വ്യത്യാസമാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഷാഡോൻ്റെ ലൈൻസ്, ഇവിടുത്തെ സ്പെക്കുലർ മെയിനായിട്ട് ഞാൻ മാക്സിമം മാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു സ്പെക്കുലർ അവിടെ തന്നെ ആ ഒരു എക്സാക്ട് പൊസിഷനിൽ തന്നെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതെല്ലാം മാക്സിമം എത്രത്തോളം മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. സോ ഇപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ ട്വീക്കിൽ എനിക്ക് വീണ്ടും കുറച്ചുകൂടെ റിഫ്രാക്ഷൻ കളർ ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ ഓക്കെ. ആൻഡ് സെക്കൻഡ് തിങ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് അത്രയ്ക്ക് സ്പെക്കുലാരിറ്റിയിൽ അത്ര വലിയ ബ്രൈറ്റ്നെസ് ഇല്ല ഇതിൻ്റെ സ്പെക്കുലറിന്. അതേപോലെ തന്നെ കുറച്ചൊരു റഫ്നെസ്സും ഉണ്ട്. സോ നമ്മളത് ഭയങ്കര ഗ്ലോസിയാണ് ഈ ഒരു മെറ്റീരിയൽ. അപ്പം ഞാൻ റഫ്നെസ് ഒന്ന് ചെറുതായിട്ട് കൂട്ടി കൊടുക്കുകയാണ്. സോ നമുക്ക് ആ ഒരു ചെറിയൊരു റഫ്നെസ്സിൻ്റെ വാല്യൂസിൽ കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സ്പെക്കുലാരിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഞാൻ മെറ്റൽനെസ് വെച്ചിട്ടുണ്ട്. സോ മെറ്റൽനെസ് ഞാനൊന്ന് കുറച്ച് നോക്കാം നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നതെന്ന്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു സ്പെക്കുലർ വെയിറ്റും വേണമെങ്കിൽ കുറയ്ക്കാം അതിനൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഏകദേശം പിന്നെ ഈ ഒരു വാല്യൂ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെയിറ്റും ചെറുതായിട്ട് കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു മാച്ച് തോന്നുന്നുണ്ട്. ഈ സ്പെക്കുലാരിറ്റി കളർ വരുന്നത് മെറ്റൽനെസ് വേണമെങ്കിൽ വീണ്ടും കുറയ്ക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ തൽക്കാലം ഞാൻ ഇതിനെ ഈ ഒരു രീതിയിൽ ലീവ് ചെയ്യാണ്. എനിക്ക് ഈ ഒരു ഇത്രയും ഓക്കെ ആയാൽ മതി എന്നുള്ളതുകൊണ്ട്. സോ ഇതും ഏകദേശം ഓക്കെയാണ്. ആ ഒരു ഷാഡോ ലൈൻ മാത്രം കുറച്ചുകൂടെ നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് ലൈറ്റിനെ കുറച്ച് മൂവ് ചെയ്തു എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഷാഡോ ഇവിടെയാണ് ഇതിൻ്റെ ലൈൻ വരുന്നത്, നമ്മളത് കുറച്ച് പുറകിലോട്ട് ഇറങ്ങിപ്പോയി. സോ വേണമെങ്കിൽ നമുക്ക് ലൈറ്റിനെ കുറച്ചുകൂടെ പിന്നിലേക്ക് വീണ്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ
ആ ഷാഡോ ലൈൻ നമുക്ക് ഏകദേശം മാച്ചായി കിട്ടും ഒന്നുകൂടെ. സോ സെയിം ആ ഒരു ഷാഡോ ലൈൻ മാച്ച് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഇവിടുത്തെ ലൈറ്റിൻ്റെ പൊസിഷനും കുറച്ചുകൂടെ നല്ലപോലെ മാച്ചായി. സോ ഒബ്ജക്ട്സിൽ നമ്മൾ എല്ലാ ഒബ്ജക്ട്സിനും ഒരു ലൈറ്റാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെല്ലാത്തിൻ്റെയും ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാകും. അതായത് ഈ ഷാഡോ ഇവിടെ മാച്ച് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഷാഡോസും പ്രോപ്പർലി മാച്ച് ആവും. സോ ഇവിടെ ഇനി ഇതിപ്പോൾ മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ അതിന് ആകെയുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചിരിക്കുന്ന പൊസിഷൻ ശരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആക്യുറേറ്റ് ആയിട്ടായിരിക്കില്ല ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്ട്സിൻ്റെ റെഫറൻസ് ഇമേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാണാം ഇത് ഇത്തിരിയും കൂടെ ഉൾഭാഗം നമുക്ക് വിസിബിൾ ആണ്. എൻ്റെത് കുറച്ചുകൂടി പൊങ്ങിയാണ് ഇരിക്കുന്നത്. സോ ക്യാമറ ആംഗിളും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാം. സോ എക്സാക്ട് മാച്ച് അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മൾ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു മാച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ലൈറ്റിങ്ങിലും എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ആ ഒരു പൊസിഷനിലെ മാച്ച് ശ്രദ്ധിക്കുന്നതിനേക്കാളും ഇവിടുത്തെ ഒരു ഷാഡോൻ്റെ ഇത് ശ്രദ്ധിക്കുന്നതാണ് കുറച്ചും കൂടെ ഓവറോൾ സീനിൽ നമ്മളുടെ മെയിൻ നമ്മളുടെ ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്നത് ഈ രണ്ട് ഒബ്ജക്റ്റ് ആയിരിക്കും ബാക്കിലത്തെ ആ ചെറിയ ഒബ്ജക്റ്റിനേക്കാളും. സോ സ്റ്റിൽ എനിക്ക് ഇത് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഫൈനലായിട്ട് തോന്നുന്നത്. ഇപ്പം എനിക്കെന്തോ ഷാഡോ ലൈൻസ് നേരത്തേക്കാളും കുറച്ചുകൂടെ മാച്ചായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾക്ക് ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. സോ ഇൻറ്റൻസിറ്റിയും ഏകദേശം മാച്ചാണ്. ഇവിടേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പാറ്റേൺ മാത്രമാണ് ചെറുതായിട്ട് വ്യത്യാസം വരുന്നത്. ഓവറോൾ കളറും അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും പ്രോപ്പറായിട്ട് തോന്നുന്നുണ്ട്. സോ ലുമിനൻസ് ചാനൽ നോക്കിയാലും ഏകദേശം നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കുറച്ചും കൂടി കൂടുതൽ ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. കാരണം കളേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മളുടെ കണ്ണ് കളേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യും. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ബ്രൈറ്റ്നസ് നമുക്ക് കുറച്ചും കൂടി ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ഏകദേശം ബ്രൈറ്റ്നസ് സംഭവം മാച്ചാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ചെറിയ ഷാഡോ ഡിഫറൻസും എല്ലാം നമ്മളുടെ പൊസിഷൻ വൈസ് ആണ്. സോ നമ്മൾ മാക്സിമം മാച്ച് ചെയ്തു എന്ന് തന്നെ പറയാം. ഇനി ഒരു ചെറിയ കാര്യം എനിക്ക് ലുമിനൻസ് വെച്ചപ്പോഴത്തേക്കും തോന്നിയത്, അത് കളേഴ്സിലും തോന്നിയായിരുന്നു, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വാളിൻ്റെ ബ്രൈറ്റ്നസ്. സോ അതുകൂടെ നമ്മളൊന്ന് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സീൻ ഓൾമോസ്റ്റ് ഫിനിഷായി. സോ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഞാനിവിടെ വെയിറ്റാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം വെയിറ്റ് ഒരു മൾട്ടിപ്ലെയർ ആണ്, കളറ് കുറയ്ക്കാനും കൂട്ടാനുമായിട്ട്. നമുക്കിപ്പോൾ ഒരു ഹ്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിലൊക്കെ മാത്രം കളറിലേക്ക് പോയാൽ മതി. അല്ലാത്ത സമയത്ത് നമുക്ക് വെയിറ്റ് തന്നെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് ഏത് വർക്കാവുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഐ തിങ്ക് നമ്മൾക്ക് ഏകദേശം ഒരു മാച്ച് ബാക്ക്ഗ്രൗണ്ടും കിട്ടി. സോ ഇവിടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്ക് ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിലൊരു ആ ഒരു ടിൻറ്റ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. സോ അതിനായിട്ട് ഞാൻ ആ ഒരു ടിൻറ്റ് കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ഏകദേശം മാച്ചാണ്. ഇനി മറ്റൊരു കാര്യം വേണമെങ്കിൽ ചെയ്യാവുന്നത്, നമ്മളുടെ സീനിൽ പുറത്തുണ്ടായിരുന്ന ബ്ലോക്കേഴ്സ്, ഈ ഒരു ഭാഗത്തും എല്ലാം വെച്ച ബ്ലോക്കേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. ഈ വിന്യറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ റിയൽ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തോട്ടെല്ലാം കയറിയിട്ടൊരു ഷാഡോ ആ ഒരു ഫീലുണ്ട്. സോ ഇവിടെ ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓവറോൾ നമ്മുടെ സീനിലെ ഈ ഒരു വിന്യറ്റ് ഇതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ താഴെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. സോ നമുക്ക് നമ്മളുടെ സീനിലെ വിന്യറ്റ് ഒന്ന് കുറയ്ക്കാം. ഐ തിങ്ക് നമ്മൾ കുറച്ചുകൂടെ ബോട്ടിലിനെ ട്രാൻസ്മിഷൻ കൂട്ടാവുന്നതാണ്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇനി ഈ ഒരു ഭാഗത്തെല്ലാം ഈ ഒരു രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് നിർത്തി നോക്കാം എങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വരുന്നു എന്നുള്ളത്.
സോ ഞാനിവിടെ ക്രോപ്പ് റീജിയൻ വെച്ചിട്ട് ഇതിനെ ഹൈഡ് ചെയ്തും അല്ലാതെയും ഒരു ഇമേജ് എടുത്ത് നോക്കാം എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത്. ചെറിയൊരു സട്ടിൽ വ്യത്യാസമാണ്, കാരണം നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ HDRI എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തു നിന്നുള്ളതുകൊണ്ട് അത് ആ രീതിക്ക് അഫക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ലൈറ്റിൻ്റെ പിറകിലാണ് ഈ വോള് നിൽക്കുന്നത്. സോ നമുക്കൊന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് നോക്കാം ഇതിനെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ചൊരു ഡിഫറൻസ് കിട്ടുന്നുണ്ട്. സെയിം തിങ് നമുക്ക് ബാക്കിലത് ഓൾറെഡി നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഏകദേശം നമ്മളുടെ ലൈറ്റിങ് ഫിനിഷ് ചെയ്തു. ഇപ്പോഴും നമ്മൾക്ക് മാച്ച് ആവാഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ആണ്. സോ മേ ബി ഈ ഒരു ഫയലിനൊപ്പം തന്നെ ജസ്റ്റ് ആ ഒരു ലൈറ്റിന് ഞാനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. സോ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ടെക്സ്ചറിനൊപ്പം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിതിനെ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് വേറൊരു പൊസിഷനിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, റിസൾട്ട് എങ്ങനെ വരുന്നു എന്നറിയാനായിട്ട്. വളരെ ക്വിക്കായിട്ടുള്ളൊരു സെറ്റപ്പാണ് ഞാൻ ചെയ്തത്. സോ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമ്മളുടെ ആ ഒരു ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടാവുന്നുള്ളത്. കാരണം നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് ഇതിൽ കുറഞ്ഞ് ആ ഒരു ഡീറ്റെയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ. സോ ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് സേവ് ചെയ്തിട്ട് മറ്റേ ലൈറ്റ് വെച്ച് നോക്കുകയാണ് ഡീറ്റെയിൽ എങ്ങനെ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്നറിയില്ല, ഈ ഒരു ഡീറ്റെയിൽ കുറച്ചും കൂടി ഇതിൽ കുറച്ചൊന്ന് ബ്ലോൺ ഔട്ട് ആയ പോലെയും ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ഉള്ള പോലെയാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഷാഡോൻ്റെ പൊസിഷൻ കുറച്ചും കൂടി പുറകിലോട്ടാകുമ്പോഴത്തേക്കും നമുക്കത് കുറച്ചും കൂടി സീനുമായിട്ട് മാച്ചാണ്. ഈ ഒരു ഭാഗത്ത് കിട്ടുന്ന എക്സ്ട്രാ ലൈറ്റ് നമുക്ക് ഈ ഒരു ബ്ലോൺ ഔട്ട് ഫീലിനോട് കുറച്ചും കൂടി മാച്ച് ചെയ്യുന്ന ഫീലാണ് അതിലുള്ളത്. അതുപോലെ ഓൾറെഡി ഈ ഒരു ഭാഗത്ത് കൂടുതൽ ബ്രൈറ്റ്നെസ്സും ഇവിടേക്ക് താഴെ ഒരു എന്താ പറയുക ഫോൾ ഓഫ് ഉണ്ട്. ഈ ഒരു ബ്രൈറ്റ്നെസ് അല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഓവറോൾ സെയിം ലെവലാണ്. സോ ആ ഒരു കാര്യവും നമുക്ക് ഈ ഒരു ലൈറ്റ് വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു ഗ്രേഡിയൻറ്റ് ഈ ഒരു ലൈറ്റിലില്ല. സോ നമുക്ക് കുറച്ചും കൂടി മാച്ചായിട്ടുള്ളത് പൊസിഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലൈറ്റ്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രെച്ചിങ് അത് ആക്ച്വലി ലൈറ്റ് സ്ട്രെച്ച് ആവുന്നതല്ല, ഈ ഒരു കർവിനനുസരിച്ച് റിഫ്ലക്ഷനിൽ നമ്മളുടെ കർവിനനുസരിച്ചിട്ട് ലൈറ്റിനെ സ്ട്രെച്ച് ചെയ്യുന്നതാണ്. സോ അതുവരെ നമുക്കിവിടെ മാച്ചായി കിട്ടി. സോ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ആ ഒരു ക്വിക്ക് ജഡ്ജ്മെൻറ്റിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത് നേരത്തേക്കാളും. ചെറിയൊരു സട്ടിൽ ഡിഫറൻസ് ആണെങ്കിൽ പോലും അത് കൊണ്ടുവന്ന ഒരു മാറ്റം ബെറ്റർ ആയിരുന്നു ആക്ച്വലി. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കുറച്ചും കൂടി ആ ഒരു ലൈറ്റിൽ ബ്രൈറ്റ് ചെയ്ത് വരും. സോ ഇനി ഞാനപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ലൈറ്റ് ഇനേബിൾ ചെയ്യാണ്. ഈ ഫസ്റ്റ് ലൈറ്റ് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. നമ്മളത്
ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു സമയത്ത് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് പിന്നീട് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആ ലൈറ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അവിടെ തന്നെ നിലനിർത്തിയിട്ട് സെക്കൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലൈറ്റ് വെച്ചിട്ട് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇനിയിപ്പോൾ നമ്മളുടെ ലൈറ്റിങ് ഫൈനൽ എടുക്കാൻ പോവാണ്. സോ അതിനു മുമ്പ് നമ്മൾ ആ സെക്കൻഡ് ലൈറ്റിൽ വെച്ചിട്ട് ഈ ഒരു ബ്രൈറ്റ്നസ് കൂടെ ഫൈനൽ ട്വീക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്. സോ ഇനി ഫൈനൽ റെൻഡർ എടുത്തിട്ട് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്. ഏകദേശം നല്ല രീതിക്ക് തന്നെ മാച്ച് ആയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ 3 തരത്തിൽ ലൈറ്റിങ് 2 എപ്പിസോഡിലായിട്ട് കണ്ടു. ഒന്ന് ഫുള്ള് HDRI വെച്ചിട്ട് അതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലോക്കേഴ്സ് വെച്ച് മാച്ച് ചെയ്തുകൊണ്ട്, രണ്ടാമത്തത് ജസ്റ്റ് സെയിം മെത്തേഡിനെ ഫോളോ ചെയ്ത് സെയിം കോൺട്രാസ്റ്റുള്ള HDRI സെലക്ട് ചെയ്ത് HDRI കൊണ്ട് മാത്രം മാച്ച് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ലൈറ്റ് HDRIയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് HDRI ഫില്ല് കൺട്രോൾ ചെയ്യാനും എക്സ്ട്രാക്ട് ചെയ്ത ലൈറ്റ് കീ ലൈറ്റ് ആയിട്ട് മെയിൻ ലൈറ്റ് സോഴ്സിനെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് സെയിം കോൺട്രാസ്റ്റ് 3 തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. സോ ഈ ട്യൂട്ടോറിയലെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒരു HDRI കൊണ്ടും പിന്നീട് ഇങ്ങനെയുള്ളൊരു ലൈറ്റ് സ്റ്റിൽ ലൈഫിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലൈറ്റിങ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും ലൈറ്റിങ് റീഡ് ചെയ്യാനും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ സ്റ്റിൽ ലൈഫ് ഇമേജസ് എടുത്ത് ലൈറ്റിങ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ട്യൂട്ടോറിയൽസ് വരും എപ്പിസോഡുകളിൽ ഞാൻ ചെയ്യുന്നത് ായിരിക്കും. സോ അതുവരേക്കും ഗ്രേ ഷെയ്ഡറിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള, അതായത് ഷാഡോയുടെ കോൺട്രാസ്റ്റും ഓവറോൾ സീൻ കോൺട്രാസ്റ്റും എല്ലാം മാച്ച് ചെയ്യാനുള്ളൊരു ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ലൈറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് കൂടുതൽ ലൈറ്റിംഗ് ആൻഡ് ലുക്ക് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു നല്ല ട്യൂട്ടോറിയലായിട്ട് വരുന്നവരെ ദിസ് ഇസ് വാട്ട് സൈനിങ് ഓഫ്. ബൈ.